ഈ ബിസിനസ്സിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നതിന് മുമ്പ് പല സിറ്റുവേഷനിലും ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് വളരെ തെറ്റായ ധാരണ ഉണ്ടായിരിക്കുകയും എന്നാൽ ഈ ധാരണയാണ് ഏറ്റവും ശരി എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്കറിവില്ല, പക്ഷെ അറിവുണ്ടെന്ന് ഞാനങ്ങ് നരിച്ചു. ഇതെന്തോ തെറ്റായൊരു പരിപാടിയാണ്, ഇത് വളരെ കുറച്ചു മാത്രം ആളുകൾ വിജയിക്കുകയും എന്നാൽ ഒരുപാട് പേർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ന് മനസ്സിലാക്കി ഇത് സമൂഹത്തിൽ പടർന്നു വരുന്ന ഒരു വിപത്താണെന്നും ഈ വിപത്തിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കണമെന്നും ഒക്കെ തീരുമാനമെടുത്ത് ശക്തമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതിന് കാരണം വേറൊന്നുമല്ല, എൻ്റെ ഫാദർ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയിലെ മെമ്പറായിരുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ അതിൻ്റെ ആദർശങ്ങളിലൊക്കെ വിശ്വസിച്ച് പോന്നിരുന്നു. ഞാൻ അതിൻ്റെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു. ആ യൂണിറ്റിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കിങ്ങനെ ലഘുലേഖകളൊക്കെ വരും. മീൻസ് വേറൊന്നുമല്ല, പ്രവർത്തിക്കേണ്ട രീതികൾ എന്തൊക്കെയാണ്. ആ സമയത്താണ് ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് നാട്ടിൽ പെരുകുന്നുണ്ട്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിനൊക്കെ ആൾക്കാർ നിങ്ങളെ ഒന്ന് ചേർക്കാൻ ശ്രമിക്കും, അതിലൊന്നും പെടരുത്. അപ്പം എന്നിട്ട് അതിനെതിരെ പോസ്റ്റർ എഴുതണം. പോസ്റ്ററിൻ്റെ വാചകങ്ങളൊക്കെ കിട്ടും. ഞാൻ എഴുതിയത് കൃത്യമായിട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ എട്ടുകാലി വലയിൽ കുടുങ്ങരുത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാണല്ലോ, അപ്പം നെറ്റ് ഉണ്ടാക്കുന്ന വർക്കാണല്ലോ. ഈ എട്ടുകാലി വലയിൽ കുടുങ്ങരുത്. ഇത് പല രാജ്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടാക്കിയ വലിയൊരു വിപത്താണ്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരാൾ ഒരു പരിപാടി തുടങ്ങിയാൽ ആദ്യം അവൻ്റെ അടുത്ത് എന്നിട്ട് അവനെ നെഗറ്റീവാക്കും. അത് കഴിഞ്ഞിട്ട് ഇവൻ എവിടെയൊക്കെ പോകുന്നു നമ്മൾ നേരത്തെ വാച്ച് ചെയ്യും, എന്നിട്ട് അവിടെയൊക്കെ പോയി നെഗറ്റീവാക്കും. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ പരിപാടി. അപ്പം ഇങ്ങനെ നടക്കുന്ന ഒരു സമയത്താണ് വളരെ യാദൃശ്ചികവശാൽ ഞാനും എൻ്റെ ബ്രദറും കൂടെ ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിൽ സാമ്പത്തിക ശേഷി ഞങ്ങളുടെ കുടുംബത്തിൽ നല്ലതുപോലെ ഉണ്ടായിരുന്നുകൊണ്ട് പത്രം വരവൊക്കെ നിർത്തിയായിരുന്ന സമയത്ത് അയൽവക്കത്തൊരു വീട്ടിൽ പത്രം വരുത്തുന്നുണ്ട്. അവിടെ വായിക്കാൻ വേണ്ടി പോകും. ഞാൻ സ്പോർട്സ് വായിക്കാൻ പോകുന്നതാണ്, എൻ്റെ ബ്രദർ നന്നായിട്ട് വായിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്ന് ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു LIC ബിസിനസ്സിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരാൾ, എൻ്റെ ഒരു സുഹൃത്തായിരുന്ന പ്രീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ മമ്മി, അവരൊരു ഈ സ്വർണ്ണ ചിട്ടിയിലൊക്കെ മെമ്പറാണ്. അപ്പോൾ അവരെ കാണാൻ വേണ്ടി വരുവാണ്. അവരോട് പറയുവാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇങ്ങനെ പത്രം വായിക്കുകയാണ്. ഒരു കീറിയ കൈലിയും കീറിയൊരു ടീഷർട്ടും ഒക്കെയാണ് വേഷം. തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. അവൻ കല്യാണത്തിന് പോകുന്നതിൽ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെയെന്ന് പറയുമ്പം പുള്ളി ഒരിക്കലും ഞങ്ങളെ ഗൗനിച്ചിട്ടില്ല. അപ്പോൾ ഈ പുള്ളിക്കാരുടെ പേര് ഏലമ്മ എന്നാണ്, ഞങ്ങളെ മമ്മി എന്നാണ് വിളിക്കുക. എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മമ്മിയാണ്. പുള്ളിക്കാരി വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് എങ്ങനെയെങ്കിലും ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ കറിയുന്ന കക്ഷി അവിടെ വന്ന് ഇങ്ങനെ പ്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ പത്രത്തിലാണ് മുഖമെങ്കിലും ശ്രദ്ധയൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ പുള്ളിക്കാരൻ ഈ മമ്മിക്കാണെങ്കിൽ പെട്ടെന്ന് റെഡിയായിട്ട് ജോലിക്ക് പോവുകയും ചെയ്യണം. ഇയാളോട്ട് സമ്മതിക്കുന്നുമില്ല. ഒരു കാരണവശാലും തിരക്കുള്ളവരോട് പ്ലാൻ പറയാൻ പോകരുത്. സമാധാനമായി ശാന്തമായി ഇരിക്കുന്ന സമയത്ത് മാത്രമേ ബിസിനസ് പറയാവുള്ളൂ, എന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് ഓർ നോട്ട്? യെസ്. അല്ലാതെ മക്കൾക്ക് 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ്, മാതാപിതാക്കൾ അതിൻ്റെ പുറകെ നിൽക്കുമ്പോൾ ബിസിനസ് പ്ലാൻ പറയാൻ പോയി എങ്ങനെ ഇരിക്കും? കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ശനിയാഴ്ച സ്റ്റാഫിനൊക്കെ ശമ്പളം കൊടുക്കേണ്ട ദിവസവും അന്ന് ബിസിനസ് പറയാൻ പോയി എങ്ങനെ ഇരിക്കും? ഓണക്കച്ചവടം നടത്തുന്ന ഒരു ടെക്സ്റ്റൈൽ കടക്കാരൻ്റെ മുമ്പിൽ പ്ലാൻ പറയാൻ പോയി എങ്ങനെ ഇരിക്കും? പറ്റുമോ? കോളേജിലെ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്ന സമയത്ത് കോളേജ് പിള്ളേരുടെ പുറകെ പ്ലാൻ പറയാൻ പോയി എങ്ങനെ ഇരിക്കും? നടക്കില്ലല്ലോ. ഇതൊക്കെ നമുക്ക് വേണം. വീട്ടിൽ ഉച്ചയ്ക്ക് ഊണ് റെഡിയാക്കിയ സമയത്ത് വീട്ടമ്മമാരോട് ബിസിനസ് പ്ലാൻ പറയാൻ പറ്റണോ? ഇല്ല. അത് വീട്ടിൽ ആൾ വരുമ്പോൾ ഊണ് കൊടുക്കണ്ടേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് അവിടെ പ്ലാൻ പറയുമ്പോൾ ഈ പുള്ളിക്കാർ ശ്രദ്ധിക്കണില്ല. അപ്പം ഞാനിടയ്ക്ക് ഇങ്ങനെ അടുക്കളയിൽ പറഞ്ഞു, മമ്മി കേട്ട് നോക്ക്, പുള്ളി പറയുന്നതല്ലേ. നമ്മളിങ്ങനെ അവിടെ തന്നെ പിന്നെ ഇരിപ്പുണ്ട്. ഉടനെ പുള്ളിക്കാരിക്കൊരു നല്ലൊരു ഐഡിയ തോന്നി. പിന്നെ പുള്ളിക്കാരി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അതെ തങ്കച്ച, ഈ പിള്ളേർ ഇവന്മാർ കൊള്ളാം, ഇവന്മാരോടൊന്ന് പറയാൻ. എന്നാൽ പുള്ളി നമ്മളെ ഇങ്ങോട്ട് നോക്കിയപ്പോൾ കീറിയ കൈലിയും കീറിയ ഷർട്ടും കണ്ടപ്പം പുള്ളിക്കാർ പറഞ്ഞു, ഏലമ്മ ഒരുമാതിരി ഞങ്ങളെ കളിയാക്കല്ലേ കേട്ടോ, ഏലമ്മയ്ക്ക് സമയമില്ലേ പറഞ്ഞാൽ പോരെ, അങ്ങനെ നാണം കിടത്തേണ്ട വല്ല കാര്യമുണ്ടെന്ന് പുള്ളി ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അയാൾക്ക് എത്ര രൂപയുടെ നഷ്ടം പറ്റിയെന്ന് ആലോചിച്ച് നോക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല, ടി വിക്കകത്താണ്ട് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ലഡ്ഡു പൊട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ ഇല്ലാതെ ഇങ്ങനെ നേരായ മാർഗത്തിൽ പൈസ ഉണ്ടാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ട്. ഇത് അടുത്ത് വന്നപ്പോൾ പുള്ളി പോയി, ഇത് അടുത്ത് വന്നപ്പോൾ ആൾ പോയി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റിയില്ല. ഇതാണ് ആദ്യമായിട്ടുണ്ടായിരുന്ന അറിവ്. പിന്നെ ഈ പോസ്റ്റർ എഴുതിയുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ധാരണ വെച്ച് പോകുന്ന സമയത്താണ് എനിക്ക് ചെറിയൊരു ബിസിനസ്സൊക്കെ ഉണ്ട്. കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്രം ഇടാൻ പോയിരുന്നൊരു വ്യക്തിയാണ്. രാവിലെ എഴുന്നേറ്റ് പത്രം ഇടാൻ പോകും. നിങ്ങൾ വിചാരിക്കരുത് സൈക്കിളിലാണ് പോകുന്നതെന്നൊന്നും വിചാരിക്കരുത്.
ആദ്യം നടന്നൊക്കെ ആയിരുന്നു, സൈക്കിളൊന്നുമില്ല. പത്രം ഇടാനുള്ള കാശ് കൊടുത്തിട്ടൊന്നുമല്ല. ഞങ്ങളുടെ നാട്ടിൽ ആ സമയത്ത് മാധ്യമം എന്ന് പറഞ്ഞൊരു പത്രം ഇറങ്ങിയപ്പം അതിൻ്റെ വരിയൊന്നും ആരും എടുക്കത്തില്ല. കാരണം ആകെ ഒരു ലൊക്കാലിറ്റി 25 പത്രമുണ്ട്. ഒരു പത്രം ഇട്ടിട്ട് അടുത്ത പത്രം ഇടണമെങ്കിൽ 2.5 കിലോമീറ്റർ പോകണം. അപ്പോൾ ഇതൊന്നും ആരും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ഫാദർ അതിൻ്റെ സംഘടനയായിട്ടൊരു ബന്ധമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ തലയെ കൊണ്ടൊന്ന് വെച്ച് തന്നതാണ്. എന്തായാലും ശരി, ഇത് പോകുമ്പോൾ പൈസ കിട്ടുമെന്നുള്ളായിരുന്നു എൻ്റെ ഒരു മോട്ടിവേഷൻ. ഞാനൊരു വിദ്യാർത്ഥിയാണ്, 13 വയസ്സുള്ളൊരു വിദ്യാർത്ഥി, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ബട്ട് രാവിലെ എഴുന്നേൽക്കണം, രാവിലെ എഴുന്നേറ്റ് പോയി പത്രം എടുക്കണം. ഇന്നലെ ഷംസുവിൻ്റെ അവസ്ഥ വരും, ടിക്കറ്റ് കൊടുത്ത് വിട്ടിട്ട് അവസാനം പത്രത്തിൻ്റെ അവിടെ പോയില്ലെങ്കിൽ ഞങ്ങളുടെ ജംഗ്ഷനിൽ ഒരു ചായക്കട അടുത്തൊരു മണിയുണ്ട്, പുള്ളി അതെടുത്ത് ബോണ്ട പൊതിയും. ബോണ്ടയെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലോ അല്ലേ? ചായക്കടയിലാണ് പത്രം ഇട്ടിട്ട് പോകുന്നത്. സമയത്ത് എത്തിയില്ലെങ്കിൽ അത് ബോണ്ട പൊതിഞ്ഞിരിക്കും. ചില കണ്ടക്ടർമാരൊക്കെയാണ് സമയത്ത് അത് എടുത്തുമില്ല. നമ്മൾ പിന്നെ ചില സമയത്ത് അടുപ്പിച്ച് 4 ദിവസമൊക്കെ പത്രം ഇടാൻ വരും. അപ്പോൾ ഈ പത്രമൊക്കെ ഇട്ട് ഇടാൻ വേണ്ടി കള്ളന്മാർ പോകുന്നുള്ളൂ ചില വീട്ടിലൊക്കെ പോകുന്നത്. ഇങ്ങനെ പതുക്കെ പത്രം ഇട്ട് ഒരാൾ എന്നെ ദൂരെ നിന്ന് വിളിച്ച് പറയാം, ഇന്ന് പത്രം ഉണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചു ഇത് മാസത്തിൽ ഒന്നേ ഉള്ളായിരിക്കുമെന്ന്. അവർക്കും ഈ സ്നേഹമുള്ളതുകൊണ്ടാണ് മാധ്യമം വരുത്തുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ വരുമാന മാർഗം. അപ്പോൾ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ബിസിനസ് കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതായാലും ഈ പരിപാടിക്ക് പോകുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ വേറെ പ്രസിദ്ധീകരണങ്ങളുണ്ട്, പ്രബോധനം, മലർവാടി, ആരാമം, ഇതും കൂടെ ഒക്കെ ഏറ്റെടുത്തു. സൈക്കിളൊക്കെ മേടിച്ചു. ഇങ്ങനെ നാട്ടിലെല്ലായിടത്തും നടന്ന് ഇങ്ങനെ ആക്റ്റീവായിട്ട്. അതുകൊണ്ട് പിള്ളേർക്കൊക്കെ വലിയ കാര്യമാണ്, ഉഴപ്പനും പരിപാടിക്കൊന്നും പോകാറില്ല, വളരെ ആക്റ്റീവായിരുന്നു. പിന്നെ വീട്ടിൽ കുറച്ച് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ എന്തെങ്കിലും കൂടെ ഒക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ബിസിനസ് തുടങ്ങി. വീട്ടിലൊരു ചിക്കൻ ഷോപ്പ് ഉണ്ടായിരുന്നു, മീൻസ് ഹലാൽ ചിക്കൻ കൊടുക്കുന്ന ഒരു ഫ്രഷ് ചിക്കൻ സെൻറ്റർ, എല്ലാവരും വന്ന് വാങ്ങിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്, അത്യാവശ്യം നന്നായി പഠിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ ഉഴപ്പന്മാരെയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ട് പിള്ളേർ ട്യൂഷൻ ചേർക്കും. അവന്മാരൊക്കെ നല്ല മാർക്ക് വിജയിക്കുന്നുണ്ട്, നല്ല വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനത്തുള്ള പല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് തുണിയുടെ ബിസിനസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കടയാണെന്നൊന്നും വിചാരിക്കരുത്, ഇൻസ്റ്റാൾമെൻറ്റ് കച്ചവടമാണ്. അപ്പോൾ ഓണ സമയത്തൊക്കെ ആൾക്കാരെ ഇവിടത്തേക്ക് പൈസയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആൾക്കാരെ ഓർഡർ എടുത്ത് ഞാൻ പോയി ഹോൾസെയിൽ സാധനം മേടിച്ച് വന്ന് ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരു 500 രൂപയുടെ ഷർട്ട് 50 രൂപ മേടിച്ച് കൊടുക്കും, ബാക്കി 450 രൂപ കുറേ നാൾ കൊണ്ട് കയറി ഇറങ്ങി പിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഒരു വരുമാന മാർഗം. അപ്പം ഇങ്ങനെ ഒരു സാധനം മേടിക്കാൻ പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ വീട്ടിലേക്ക് എൻ്റെ ട്യൂഷനുണ്ട്, 5 മണിക്ക് വീട്ടിലെത്തണം. ഓടിപ്പോകുമ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു കാസറ്റ് ലൈബ്രറി നടത്തുന്ന ഒരു പാർട്ടിയുണ്ട്. പുള്ളി എന്നോട് പുള്ളിയും പുള്ളിക്കാരോടും ഞാനും പൈസ കടം ചോദിക്കാറുണ്ട്. തിരിച്ചു വരുമ്പോൾ കൊടുക്കും. അപ്പം ഞാൻ ആളോട് ഇങ്ങനെ, അപ്പോൾ പുള്ളിക്ക് ഒരു കവാസാക്കി ഫോറസ്റ്റ് ചാമ്പ്യൻ എന്ന് പറഞ്ഞൊരു ബൈക്കൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രത്യേകത പമ്പിൻ്റെ അടുത്തൂടെ പോയാൽ മതി, വണ്ടി ഓടിക്കോളും. ഞാനിതൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. പമ്പിനടുത്തൂടെ പോയിട്ട് വണ്ടി ഓടുന്നില്ല പറയരുത്, ഞാൻ വെറുതെ നല്ല മൈലേജാണ്. അന്നൊരു 80-100 വണ്ടിക്ക് കിട്ടും, 1 ലിറ്റർ അടിച്ചാൽ. ഈ പുള്ളി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ കൈകാണിച്ച് പറഞ്ഞു, എനിക്കൊരു 5000 രൂപ അത്യാവശ്യമുണ്ട്, കിട്ടുമോ? പുള്ളി നിർത്തി ഇങ്ങനെ മോളോട്, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇങ്ങനെ മോളോട് നോക്കിയപ്പോഴേ ഞാൻ വെച്ച് വല്ലതും നടക്കുമായിരിക്കും. അപ്പോൾ ആൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, വണ്ടിക്കകത്തോട് കയറിക്കൂ. ഞാൻ പറഞ്ഞു, എന്തിനാ? എടാ ഞാൻ അവിടുത്തെ പൈസയ്ക്ക് പോകും, ഏതായാലും ഞാൻ ചോദിക്കുമ്പോൾ 5000 രൂപ കൂലി ചോദിക്കാം. അത് കേട്ടതും കേൾക്കാത്ത പറയും. അതിൽ നടന്ന ഒരാളോട് ഞാൻ പറഞ്ഞു, വീട്ടിൽ പറഞ്ഞേക്കണം, ഇന്ന് ട്യൂഷനല്ല, ഇന്നത്തെ ട്യൂഷൻ നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇയാളുടെ പുറകെ കയറി ഈ പുള്ളി പോയ സ്ഥലത്ത് നിന്നു. ഈ പുള്ളി പൈസ മേടിക്കാൻ പോയതാണോ എന്തിനു പോയെന്ന് അറിയത്തില്ല, ചെന്ന് കയറുന്ന ഒരു BOPയിലേക്കാണ്. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഇവന്മാർ മൈക്കും കെട്ടി പൈസ കൊടുക്കുന്ന. ആദ്യമായിട്ടൊക്കെ ഞാൻ കോളേജിൽ പോയ ബാഗൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അവിടെ ചെന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിൽ ഇതെപ്പം തീരും എന്ന് ഇവനോട് ചോദിച്ചു പറയണത്, അവിടെ നിന്ന് സ്റ്റേജിൽ അവൻ BOP എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളാണ് പൈസ തരേണ്ട ആൾ. BOP ഓരോ പരിപാടികളെ ഒന്ന് ആലോചിച്ച് നോക്കണം. അയാൾ മീറ്റിംഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആളുടെ പേര് ലൂയിസ് എന്നായിരുന്നു, എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് തീർന്നാലേ ഇനി നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. എന്നാൽ പിന്നെ ഇരുന്നത് തന്നെ, എന്ത് ചെയ്യാനാണ്? ഞാൻ അവിടെ പുറകിൽ ഇരുന്നിട്ട് ഇത് എപ്പോൾ തീരും? അപ്പം ഇത് ഈ പരിപാടിയായിരുന്നാ നേരത്തെ ഉള്ള അനുഭവം കൊണ്ടാണ്. കുറച്ചു നേരം കേട്ടിരുന്നിരുന്നിരുന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ ഇയാളൊരു വാക്ക് പറഞ്ഞു, അതെന്നെ വല്ലാതെ അങ്ങ് സ്പർശിച്ചു. ഉപഭോക്താവാണ് ഏറ്റവും നല്ല ബിസിനസ്സുകാരൻ. നമ്മളല്ലേ എല്ലാ ബിസിനസ്സുകാരെയും വിജയിപ്പിക്കുന്നത്? അല്ലേ? എന്തെങ്കിലും നേട്ടമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരു സിനിമ വിജയിക്കുന്നത് സിനിമയിൽ അഭിനയിക്കുന്ന നായകനോ നായികയുടെ റോള് കൊണ്ടല്ല, സംവിധായകന്റെ കഴിവ് കൊണ്ടല്ല. അവർക്കൊക്കെ കഴിവുണ്ടാവണം, മസ്റ്റ്. പക്ഷെ കണ്ടിറങ്ങിയ പ്രേക്ഷകൻ സിനിമ കൊള്ളാമെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ആൾക്കാർ പോവുള്ളൂ. കറക്റ്റ് ഓർ നോട്ട്? അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഇങ്ങനെ, ഇത് ശരിയാണല്ലോ പറയുന്നത്, നമ്മൾ കാർ എടുത്തു നല്ലതാന്ന് പറഞ്ഞു, ഒരു 5 ലക്ഷം രൂപയുടെ കാർ 5 പേര് മേടിച്ചു, 25 ലക്ഷം രൂപയുടെ കച്ചവടം കാർക്ക്. ഞാനിത് എഴുതി വെച്ചു. ഐ ഡോണ്ട് നോ, ഇവിടെ ഒരുപാട് പേര് വിശാലമായിട്ടിരിക്കുന്നുണ്ട്, വിശാലമായിട്ടിരിക്കുന്നുണ്ട്, പക്ഷേ എഴുതുന്നില്ല.
ബുക്കൊക്കെ മടക്കി, പേന പോലും ഇല്ലാതെ കുറേ ബുക്കുകളൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. പേനയില്ല, അതാ എഴുതാത്തതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എഴുതാൻ ഒരു ഉദ്ദേശവും ഇല്ലാതെയാണ് വന്നതെന്നുള്ളതാണ്. പേന ഉണ്ടെങ്കിലും എഴുതത്തില്ല. നോട്ട് ചെയ്യേണ്ടതൊക്കെ നോട്ട് ചെയ്യണം. 1 small piece of paper is equal to more than your brain. ആരെങ്കിലും ഒരു നമ്പർ പറയാം, 9961059580 ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ പറയാം. അപ്പം നിങ്ങൾ ഓക്കെ അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്പർ കൊടുത്തിരിക്കുമോ? 9960 പോയി. പിന്നെ ഒരാവശ്യം വന്നാൽ ഈ നമ്പർ തലയും കുത്തിക്കിടന്നാൽ കിട്ടുമോ? ആ പറഞ്ഞ സമയത്ത് അങ്ങനെ ഒന്ന് എഴുതി വെക്കുമായിരുന്നെങ്കിലോ? അതാണ് പറയുന്നത് 1 small piece of paper is equal to more than your brain. ഇപ്പൊ കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. സീറ്റ് കിട്ടിയില്ലെങ്കിൽ സമാധാനമായിട്ട് കിട്ടി എവിടെങ്കിലുമൊക്കെ ഇരിക്കും, നോ പ്രോബ്ലം. എൻ്റെ സീറ്റിൽ ആര് കയറിയിരുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നതല്ലേ. ക്ഷമിച്ചാൽ പടച്ചം കൂടെ വയ്ക്കുന്ന പറഞ്ഞു. സൈഡിൽ ഇച്ചിരി മാറി നിന്നിട്ട് പിന്നെ ഒന്നും ഇരിക്കാം. ഓക്കെ, അഡ്ജസ്റ്റ് ഫ്ലെക്സിബിൾ, സ്റ്റേ ഫ്ലെക്സിബിൾ. ഓക്കെ, ഒന്ന് സംസാരിക്കാതൊക്കെ. ചില ആൾക്കാർ വിചാരിക്കുന്നത് എൻ്റെ സീറ്റാണിത്, ആരും ഇവിടെ കയറിയിരുന്നതൊക്കെ ചോദിക്കുന്നതിൽ പ്രത്യേകിച്ച് ഇവിടെയൊന്നും ഇല്ല, ബാഗൊക്കെ വെച്ചിട്ടായിരിക്കും പോയത്, നോ പ്രോബ്ലം. അപ്പം നിങ്ങൾ അങ്ങനെ പോയാൽ എൻ്റെ ശ്രദ്ധ പോകും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എഴുതി വെക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഒരു കാര്യം കേട്ടാൽ ഒരു ടെക്നിക്കുണ്ട്, LSRW, ലിസണിങ്, സ്റ്റഡിയിങ്, റീഡിങ്, റൈറ്റിംഗ്. കേൾക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയും അതിനെക്കുറിച്ച് അപഗ്രഥിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് വായിക്കുകയും ലാസ്റ്റ് അതേ ചെയ്യണമെന്നാണ്. എഴുതുമ്പം മറ്റൊന്നിനുമില്ലാത്തൊരു പ്രത്യേകത, തലച്ചോറിന് കാര്യങ്ങൾ മനസ്സിലാവണം. വേണോ? ഉറങ്ങാനുള്ള സാധ്യത കണ്ടു തുടങ്ങുന്നുണ്ട്. തലച്ചോറിന് കാര്യങ്ങൾ മനസ്സിലാവണം. എനിക്കൊന്ന് സമൂസയും പത്തിരിയും കഴിച്ചു എന്ന് എനിക്ക് തോന്നുന്നു, രണ്ടും കൂടെ കഴിച്ചെന്ന് തോന്നുന്നു. എന്നാലും നെയ്യപ്പവും. ഓക്കെ, എനിവേ ഞാൻ പറഞ്ഞു വന്ന എഴുതി വെക്കുമ്പം തലച്ചോറിന് മനസ്സിലാവണം, അത് കയ്യിലേക്ക് മെസ്സേജ് കൊടുക്കണം, എന്നാലല്ലേ നമുക്കൊരു കാര്യം എഴുതാൻ പറ്റുള്ളൂ. അപ്പം എഴുതുന്ന വിദ്യാർത്ഥികൾക്കാണ് റാങ്ക് കിട്ടുക. സ്കൂളിൽ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരവരുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ ദേ വിൽ ബി ദ ടോപ്പ് ഇൻ ദ ക്ലാസ്. അതങ്ങ് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ഏറ്റവും നല്ലൊരു ട്രെയിനർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഴുതുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും നല്ലൊരു ലീഡർ. ഇനി അടുത്തത്, എഴുതുകയും തയ്യാറെടുക്കുകയും അത് മറ്റുള്ളവരോട് പറയുകയും എല്ലാത്തിലും ഉപരി അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്നവരാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവർ. ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവുകയും എഴുതുകയും ചെയ്യണമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയും എന്നിട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച്. അതുകൊണ്ട് നമ്മളുടെ വിജയത്തിൻ്റെ ശത്രു നമ്മൾ തന്നെയാണ്, നമ്മുടെ പരാജയത്തിൻ്റെ കാരണവും നമ്മൾ തന്നെയാണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ് എന്നൊക്കെ നമ്മൾ പറയെങ്കിലും ഉള്ളിൽ എരിയുന്നൊരു കനലുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനേറെ പറയണം, രാവിലെ ഒരു 3 കിലോമീറ്റർ നടക്കാൻ പോയാൽ ആരോഗ്യം നിലനിൽക്കാൻ നല്ലതാണെന്ന് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ 1 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ നടന്നു എന്ന് നെഞ്ചിൽ കൈവച്ച് സത്യം പറയാൻ പറ്റിയ എത്ര പേര് ഇവിടെ ഉണ്ട്? ഞാനില്ല. ഞാൻ വിചാരിക്കും രാവിലെ എഴുതുമ്പോൾ ഉറങ്ങണം, പിന്നെയാണ് നടക്കാൻ പോകുന്നത്. ഉറങ്ങാതെ നടന്നാൽ അറ്റാക്ക് വന്ന് മരിക്കും എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങും. അങ്ങനെ ഉണ്ടല്ലോ. എന്നിട്ട് ചില ആൾക്കാരോട് പറയും, വൈഫ് പറയും, ഇന്ന് നടക്കാൻ പോയോ? ഇവിടെ ഉറങ്ങാതെ നടക്കാൻ പോയാൽ മറ്റേ സിനിമാ നടന്മാരൊക്കെ ജിമ്മിൽ കുഴഞ്ഞു വീണതുപോലെ ഞാനെങ്ങനെ കുഴഞ്ഞു വീണാലും. അതുകൊണ്ട് ഞാൻ കാരണം പറയും, കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റും. കറക്റ്റ്. ഈ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യോ പ്ലീസ്? അത് വേണ്ട, അത് ഭയങ്കര ചൂട്. ആ ലൈറ്റ് വേണ്ട, മെയിൻ ലൈറ്റ്. ആ ബ്ലൂ ലൈറ്റ് വേണ്ട, ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടിക്കോട്ടെ. റഫീഖ് ബായ്, ലൈറ്റായിട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെയും കാണാൻ പറ്റുന്നില്ല, എനിക്കൊരു തലവേദന എടുക്കുന്നില്ല, ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇൻഡയറക്റ്റ് ലൈറ്റ് അടിക്കും, ഇൻഡയറക്റ്റ് ലൈറ്റ്. ഇല്ല അങ്ങോട്ട് വല്ലതും തിരിച്ചു വെക്കാൻ പറ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ എന്നെ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. എനിക്കിപ്പോൾ നിങ്ങളെ നന്നായിട്ട് കാണാൻ പറ്റുന്നത്. ഇത് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലോ കണ്ണിൽ ഇങ്ങനെ കിടന്ന് ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത്, അപ്പം നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി എഴുതി വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ വരാൻ പോകുന്ന 3 ആഴ്ചത്തെ വരുമാനം എങ്ങനെ വേണമെന്നും വരാൻ പോകുന്ന 10 ആഴ്ചത്തെ വരുമാനം എന്ത് വേണമെന്നും അതിനെവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്നും എഴുതി വെക്കുന്നവർക്കാണ് വിജയം ഉണ്ടാവുക.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്ന് സീലിംഗ് അടിക്കണമെന്നും അത് എങ്ങനെ അടിക്കണമെന്നും അത് ആരൊക്കെ അതിനുവേണ്ടി സെയിൽസ് തരുമെന്നും ഏതൊക്കെ ഏരിയയിൽ വർക്ക് ചെയ്യണമെന്നും പോലും നമ്മൾ എഴുതിയിട്ടുണ്ടോ? എഴുതിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആവാനാണ്? ഈ ചുമ്മാ 2 ലക്ഷത്തിൽ ഇപ്പം ചുമ്മാ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞങ്ങൾ നാട്ടുകാർ ഉപയോഗിക്കുന്നത് കോട്ടയം, ചങ്ങനാശ്ശേരി, പാല പോലുള്ള സ്ഥലങ്ങളിൽ ഇവിടെ ചുമ്മാ പറയുമോ? അപ്പം ഞങ്ങൾ വെറുതെ ചുമ്മാ പറയുന്ന പോലെ ചുമ്മാ 2,14,000 കിട്ടുമോ? ചേച്ചി ഒന്ന് നേരെ ഇരിക്കാവോ? ആ ഇരിപ്പ് കൊണ്ട് എനിക്ക് അസൂയ വരുന്നു. വീട്ടിൽ പോയി കിടക്കാൻ പറ്റൂല കേട്ടോ. നല്ല അസൂയ ഏക്കും. കിടന്നങ്ങ് ഉറങ്ങുന്ന പോലെ കിടക്കുമ്പോൾ സുഖമായിട്ട് അങ്ങനെ കിടന്നാൽ നിൽക്കുന്നവന് ഒരു സങ്കടം വരും. അത്ര സുഖമായിട്ടൊന്നും ഇരിക്കല്ലേ പ്ലീസ്. ശരിക്കും ഒരു ട്രെയിനിങ്ങിൽ വന്നാൽ ഡയമണ്ട് ആകുന്നവരെ കണ്ടാൽ മനസ്സിലാവും. അവൻ ഈ പുറകിലെ സീറ്റ് ഉപയോഗിക്കത്തില്ല. ശംസു കാല് താഴെ, അതാ NTCയിൽ അടിച്ചിരിക്കുന്നത്. താഴെയുള്ളവരൊക്കെ ITC ആയി. അല്ല പിന്നെ കാലൊക്കെ താത്തൊന്ന് ഫ്രണ്ടിലോട്ടൊക്കെ ചാഞ്ഞിരിക്കും. ഓക്കെ, ഇനി അങ്ങനെ ഇരിക്കണം. എന്നാലേ നമുക്ക് ശ്വാസകോശം നേരെ ഇരിക്കുകയുള്ളൂ. ശ്വാസകോശം നേരെ ഇരുന്നാലേ ഓക്സിജൻ കിട്ടുകയുള്ളൂ. ഓക്സിജൻ കിട്ടിയാലേ ബ്രെയിൻ ലൈവ് ആവുകയുള്ളൂ. ബ്രെയിൻ ലൈവായെങ്കിലേ പറയുന്ന കാര്യം മനസ്സിലാവുള്ളൂ. പറയുന്ന കാര്യം മനസ്സിലായാലേ എഴുതാൻ പറ്റുള്ളൂ. ഡയമണ്ടുകാരോട് പറയേണ്ട വരും, അടുത്ത പുഷ് ബാക്ക് ഇല്ലാത്ത സീറ്റ് വെക്കാൻ പറയേണ്ടി വരും. പുഷ് ബാക്കും AC ഒക്കെ ഉണ്ട്, അത് നിങ്ങളുടെ സൗകര്യം പ്രമാണിച്ചുകൊണ്ടാണ്. പക്ഷേ അതിനെ ഉപയോഗപ്പെടുത്തരുത്. ഓക്കെ, ഫ്രണ്ടിലേക്ക് ഇരിക്കാൻ പറ്റുമോ? കാല് 2 തറയിൽ കുത്തി ഒരു 12 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് 2 കാലം നമ്മൾ വരട്ടെ. ആദ്യം ഭംഗിയായിട്ട് ഇരിക്കാൻ പഠിക്കും, എന്നിട്ട് നമുക്ക് സീലിംഗ് അടിക്കാം. എന്നിട്ട് നേരെ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്തിട്ട് നല്ല വിരിഞ്ഞങ്ങ് ഇരിക്കുക. വിരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സിൽ ശ്വാസം നല്ലപോലെ പോകണം. അങ്ങനെ പോയില്ലെങ്കിൽ ഈ വിരിക്കാൻ പറ്റുന്നിടം വരെ വിരിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ പൊട്ടിപ്പോവും കേട്ടോ. അങ്ങ് വിരിഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് മസിൽസൊക്കെ കിറോന്ന് കേൾക്കും ചിലപ്പോൾ. അത് അത്രയും വിരിച്ചാൽ മതി. ഒരു പരിധി ഉണ്ടല്ലോ എല്ലാത്തിനും. അപ്പം നമ്മളിത് ഒന്ന് ശ്വാസം ശരിക്കും പറഞ്ഞാൽ ബ്രീത്തിങ് ഒരാൾ എത്ര എടുക്കുന്നു എന്നുള്ളതാണ് അയാളുടെ ആയുസ് തീരുമാനിക്കുന്നത്. നന്നായതാണ് യോഗ പഠിപ്പിക്കുന്നത്, മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നത്. നന്നായി ബ്രീത്തിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും കറക്റ്റായിട്ട് ചെയ്താൽ കൂടുതൽ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. നന്നായി ശ്വാസം വലിച്ചിട്ട് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ മുറിച്ച് കിടന്നാൽ ഒരു കാര്യമില്ല. അത് പിന്നെ ബ്രീത്തിങ് എടുത്തിരുന്നതൊന്നും നോക്കുകയില്ല. നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടോ ഷുഗർ ഉണ്ടോ ഒന്നുമില്ല, ശ്രദ്ധ വേണം. പക്ഷെ നന്നായി ബ്രീത്ത് ചെയ്യുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കും. നന്നായി ബ്രീത്ത് ചെയ്താൽ ശരീരത്തിൽ ലങ്സ് എടുക്കുന്ന ഓക്സിജൻ ഹൃദയത്തിലൂടെ കംപ്ലീറ്റ് ബ്ലഡിലൂടെ എല്ലാ സെല്ലിലേക്കും കിട്ടും. എല്ലാ സെല്ലിലേക്കും ആവശ്യത്തിന് ഓക്സിജൻ കിട്ടിയാൽ നമ്മൾ ലൈവ് ആയിരിക്കും. നമ്മുടെ ഒരു പ്രത്യേകത, ഫിസിക്കലി ഇവിടെ പ്രസൻ്റ് ആണെങ്കിലും നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് പോയിട്ട് വരാം. അവിടെ ഉള്ള ഒരാളെ കാണാം, സംസാരിക്കാം, മറുപടിയും പറയാം. ഇവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ മനുഷ്യന് പറ്റും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഏതായാലും വന്നിരുന്നു ഒന്ന് കേട്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ രക്ഷപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിലോ ആ ഒരു ശുഭപ്രതീക്ഷയുമായിട്ടിരിക്കണം. അപ്പോഴാണ് കാര്യങ്ങൾ നടക്കുക. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന ഒറ്റ കാര്യം ഇതേ ഉള്ളൂ. ഈ കിതാബും പിടിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇരുന്നിട്ടൊരു കാര്യമില്ല. ആ കിതാബിൻ്റെ പേജുകളൊക്കെ ഒന്ന് തുറന്ന് ഒക്കെ എഴുതണം. ഏതെങ്കിലും കാരണവശാൽ കിതാബ് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിൽ പോയിട്ടെങ്കിലും ഒന്ന് എഴുതി വെക്കണം. ഈ ലോകത്ത് എഴുതുന്നവർ മാത്രമേ വലിയ വിജയങ്ങളിലേക്ക് എത്തിയിട്ടുള്ളൂ. നിങ്ങൾ എത്ര കഴിവുള്ള ആളാണെങ്കിലും എഴുതാതിരുന്നാൽ ഒരു രക്ഷയില്ല. എത്താൻ പറ്റുന്നതിൻ്റെ 10% പോലും എത്തൂല. എഴുതുന്നവനെ കണ്ടാൽ അറിയാം, അവൻ്റെ കൈയുടെ ഈ ഭാഗത്ത് ചെറിയൊരു തഴമ്പ് വരും പേന പിടിക്കുന്നവർക്ക്. ആ തഴമ്പില്ലാത്തവർക്ക് എഴുതാൻ തന്നെ പാടാ. അത് എഴുതിയേ മാറും. എഴുതി മാറിക്കോളും. കൈക്കൊരു കടച്ചിലും ഒക്കെ ഉണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പം അതുകൊണ്ട് ആവേശം എപ്പോഴും കേൾക്കുമ്പോൾ പോലും ഉള്ളിലുള്ളവരെ അവരെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. അവരുടെ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് മാറും. അവർ ജീവിതത്തിൽ മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ ശരവേഗത്തിൽ അവർ അച്ചീവ്മെന്റുകളിലേക്ക് എത്തും. സ്വപ്നഭവങ്ങൾ കെട്ടിപ്പടുക്കും. വലിയ വലിയ കാറുകൾ വാങ്ങിക്കും. ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും. ഒരു ശക്തമായ കയ്യടികളുടെ അവരെയൊക്കെ അഭിനന്ദിക്കും. എന്നിട്ട് അതൊന്ന് എഴുതാനൊന്ന് ശ്രമിക്കും. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇങ്ങനെ പല സമയത്ത് പ്ലാൻ കേട്ടിട്ടുണ്ടെങ്കിലും പിന്നീട് ഒരിക്കൽ ആംവേ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റും പ്ലാനും ഒക്കെ കാണുകയും അത് അമേരിക്കൻ വേ ഓഫ് ലൈഫ് സ്റ്റൈലാണ്. കമ്പനി നല്ലതാണ്, പ്രോഡക്റ്റ് നല്ലതാണ്, പക്ഷെ എന്നോട് പറഞ്ഞവൻ പോരായിരുന്നു. ആളോട് ഞാൻ പറഞ്ഞത് ഭയങ്കര വിലയുള്ള സാധനമല്ല, ഞാനങ്ങനെ വാങ്ങിക്കും. പക്ഷെ അത് കൺവിൻസ് ചെയ്യാനുള്ള കഴിവ് പറഞ്ഞ ആൾക്കില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് സ്വാഭാവികമായിട്ടും അത് മനസ്സിലായില്ല. നമുക്കുള്ളതല്ല.
എന്നങ്ങ് തീരുമാനമെടുക്കുവാണ്. അങ്ങനെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് കേട്ട് നെഗറ്റീവായി പോയി. പിന്നീട് ഈ പറഞ്ഞതുപോലെ അവിടെ പോയിരുന്ന് എഴുതിയെടുത്തു. അവർ വരച്ച വട്ടം മുഴുവൻ ഞാനും വരച്ചു. ആ വട്ടത്തിൽ ആദ്യം വരച്ച വട്ടം ഞാൻ എന്നെയായി കണ്ടു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ ഞാൻ കണ്ടു. അതിലൂടെ കിട്ടുന്ന ബിസിനസ്സിലൂടെ എൻ്റെ ടേൺ ഓവർ വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. അതിലൂടെ എൻ്റെ വരുമാനം വരികയും എൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി. സൗണ്ട് കമ്മിയാണ്. എന്നെ കഷ്ടപ്പെടുത്തി അടങ്ങുണ്ടല്ലോ. ഇത് രണ്ടും കൂടെ പിടിക്കണം. ഈ സാധനം പിടിക്കണം, അതും പിടിക്കണം. ഹലോ. യെസ്. ഒന്ന് കൈയടിക്കും. മൈക്കൊക്കെ വന്നില്ലേ? സൗണ്ടൊക്കെ വന്നില്ലേ? ശംസു പറഞ്ഞു എന്നാ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ഞാൻ കഷ്ടപ്പെടുമായിരുന്നു. നിങ്ങളൊക്കെ എന്താ വിയർക്കാത്തത്? അത് ഉള്ളിൽ വല്ല കത്തണം. അങ്ങനെ സുഖിച്ചങ്ങിരിക്കുക കേൾക്കുന്ന പറഞ്ഞല്ലേ. അങ്ങനെ ഇരുന്നാൽ ശരിയാവൂല. രാവിലെ മുതൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതേ സീറ്റിൽ നിന്ന് അനങ്ങാതെ ഇങ്ങനെ മുകളിലോട്ട് നോക്കി. ഇത് കഴുത്തിന് വേദന ഉണ്ടാവും കേട്ടോ. ഒരു ശക്തമായ കൈ. എന്താ പേരെന്താ? മുഹമ്മദ് കാക്ക് ഒരു ശക്തമായ കൈയടി കൊടുക്ക്. ആള് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള നിങ്ങൾ കേൾക്കണം. അങ്ങനെ അന്ന് എഴുതിയത് കൊണ്ട് കുറേ കഴിഞ്ഞപ്പോൾ, ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനാ പോയെന്ന് ഞാൻ മറന്നുപോയി. ഓക്കെ. പക്ഷെ അതിനെക്കാട്ടും വിറ്റ് എന്നെ കൊണ്ടുപോയെന്നുള്ള കാര്യവും മറന്നുപോയി. അവൻ വേറെ എങ്ങാട്ട് പൈസ മേടിക്കാൻ പോയേക്കുക. അപ്പം ഞാനിതെല്ലാം കേട്ടിട്ട് ഞാൻ എന്നെ കൊണ്ടുപോയ പാർട്ടിയെ നോക്കുമ്പോൾ ആളവിടെ ഇല്ല. പിന്നെ ഞാൻ ബസ്സിന് കയറി തിരിച്ച് വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാത്രി അന്ന് രാത്രി ഉറക്കം വന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ച് ഇതിൻ്റെ വിജയങ്ങളൊക്കെ മനസ്സിൽ കണ്ട് നിങ്ങളുടെ ഉറക്കം എന്തെങ്കിലും പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. വെറുതെ ആരെങ്കിലും കുറിച്ച് ചിന്തിച്ചിട്ട് ഉറക്കം പോയതാണെങ്കിൽ ഒരു കാലത്ത് ബാക്കി ഞാൻ പറയുന്നില്ല. ഞാനിതൊക്കെ ഉറക്കം വരുന്നേയില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ അമ്മ എന്നാണ് വിളിക്കുക. അമ്മ അത്ത എന്നൊക്കെയാണ് വിളിക്കുക. ഞങ്ങൾ തമിഴ്നാട് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ അമ്മ എന്നോട് ചോദിച്ചോടാ, നീ എന്താ രാത്രി എഴുന്നേറ്റ് നടക്കുന്നത്? എഴുന്നേറ്റ് നടക്കുന്നപ്പോൾ നോക്കി നടന്നില്ലെങ്കിൽ കൂടെ കിടക്കുന്നവരൊക്കെ നിലത്ത് പാവരിച്ച് കിടക്കുന്നതാണ്. അവരുടെയൊക്കെ പള്ളൊക്കെ ഇരിക്കും ചിലപ്പോൾ, ചവിട്ടുന്ന കാലൊക്കെ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നടക്കാൻ പറ്റുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ആകാൻ നോക്കിയിരിക്കുക. എന്തിനാ? ഇതെങ്ങനെ തുടങ്ങണമെന്നറിയണം. ഞാൻ രാവിലെ 5:30 ആയപ്പോൾ തന്നെ വെട്ടം വീണു. ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് നേരെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ഇടന്നാൽ കൊണ്ടുപോയ പാർട്ടിയുടെ വീടുണ്ട്. ഞാൻ അവിടെ ചെന്ന് സംഭവിച്ച കാര്യം ഉള്ളത് പറയാം. പുള്ളിക്കാണെങ്കിൽ ഒരുപാട് പേര് പൈസ കടം കൊടുക്കാനുണ്ട്. കടം പുള്ളി കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഞാൻ ആലങ്കാരികമായി പറയുന്നതേ ഉള്ളൂ. ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന സമയത്ത് ഒരാൾ ഇരുട്ടത്തിൽ കൂടെ പുറകോട്ട് ഓടുന്നുണ്ട്. ആരോ കാശി ചോദിച്ച് വന്നാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അവരുടെ മമ്മി കൃത്യമായി വന്നിട്ട് അവൻ അവിടെ ഇല്ലയെന്ന് പറയുകയും ചെയ്തു. ഞാൻ കണ്ടു പുറകിലൂടെ. ഞാൻ ഓടുന്ന ആളെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടുകാർ പറയുന്നത് പറയട്ടെ, ഓടരുത് അമ്മാവ, ആളറിയാതെ എന്ന് പറയുന്നത് പറയാം. ഓടരുത്, കാശ് തരാൻ വന്നതാണ് അങ്ങോട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇങ്ങനെ ഡയറക്റ്റ് സെല്ലിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ഓക്കെ. എന്നെ തുടങ്ങിയ ആളൊന്നും പിന്നെ ഈ ബിസിനസ് അധികകാലം ഉണ്ടായിരുന്നില്ല. കാരണം ആളെ എന്നെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് പോയെങ്കിൽ ആളുടെ ആത്മാർത്ഥത അറിയാമല്ലോ. സത്യത്തിൽ പുള്ളി പൈസ മേടിക്കാൻ പോയതായിരിക്കും. ഇയാളിപ്പോൾ തീർക്കുമെന്നുള്ള സംശയം കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയതായിരിക്കും പൈസ മേടിക്കാൻ. പക്ഷെ ഞാനത് കേട്ട് മനസ്സിലായി, അവസരം ദൈവം എങ്ങനെ മുമ്പിൽ കൊണ്ട് തന്നാലും നിങ്ങൾക്കുള്ള അവസരം തന്നാൽ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള അവസരമാണെന്നും അത് സ്വപ്നങ്ങൾ പൂർത്തിയാക്കാനും പ്രശ്നങ്ങൾ തീർക്കാനും ദൈവം തന്നാണെന്നും വിശ്വസിക്കുക. അങ്ങനെ കേട്ട് ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് വന്ന വ്യക്തിയാണ് ഞാൻ. ബിസിനസ്സിൽ വന്നിട്ട് ആ നാളെ മുതൽ ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. 24 മണിക്കൂറും ഇപ്പം വരെ, ഈ നിമിഷം വരെ ഈ ചിന്തയല്ലാതെ വേറൊരു ചിന്തയുമില്ല. അതുകൊണ്ടാണ് ഞാൻ ക്രൗൺ ഡയമണ്ട് ആയത്. അപ്പം നിങ്ങൾ വിജയിക്കണമെങ്കിൽ ഫോക്കസ് വേണമെന്ന് പറയും. ഈ ഫോട്ടോഗ്രാഫി അറിയാവുന്നവർക്കറിയാം എന്താണ് ഫോക്കസ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ അർജുന ദൃഷ്ടി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ കാണുന്നത് മാത്രം കാണുക, ബാക്കി ലോകത്തുള്ള കാഴ്ചയൊന്നും നിങ്ങൾ കാണരുത്. ഞാൻ അങ്ങനെ കണ്ട് പ്രവർത്തിച്ചതുകൊണ്ട് ഇന്നും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് തുടങ്ങിയ ഒരു വ്യക്തിയുടെ മനസ്സുമായിട്ടും അതിനേക്കാളേറെ ആവേശത്തിലുമാണ് ഞാൻ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ലിസ്റ്റിൽ 1000-ലധികം ആൾക്കാരുണ്ട് സെലക്ട് ചെയ്യപ്പെട്ടവർ. ആരെങ്കിലും അതൊക്കെ എനിക്ക് വെച്ചതാന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പേർക്ക് വെച്ച് കൊടുത്തതാണ്.
എന്നിട്ട് ആരും ഒന്നും ചെയ്യത്തില്ല. സ്വന്തം കുഞ്ഞിന് പട്ടിണി കിടന്നാൽ അവന് വിഷമം വരും, അയൽവക്കക്കാർക്ക് എന്ത് വിഷമം വരാനാണ്? കറക്റ്റ് ഒന്നോട്ട്. അതുകൊണ്ട് ഒരാളെയും ബന്ധമാണെന്ന് കരുതി ആരെയും കൊണ്ട് കണക്ട് ചെയ്ത് കൊടുക്കരുത്. കൊടുക്കുവാണെങ്കിൽ ഒന്നിന് താഴെ ഒന്നൊന്നായേ കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ ഇരുന്ന് രണ്ട് സൈഡിൽ ബിസിനസ് വന്ന് പൈസ മേടിക്കും. എന്നിട്ട് അവൻ വിചാരിക്കും ചുമ്മാ ഇരുന്ന് കിട്ടുന്ന പൈസയൊക്കെ തട്ടിപ്പല്ലേ, നാളെ അവൻ ഇതിൻ്റെ ഒരു പ്രചാരകനായി മാറും. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, അങ്ങനെ ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് ബിസിനസ്സിലേക്ക് വന്നു. ആദ്യം നമുക്ക് എന്ത് റെസ്പോൺസ് കിട്ടും? പോസിറ്റീവ് കിട്ടുമോ നെഗറ്റീവ് കിട്ടുമോ? നെഗറ്റീവ്. പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്. നോ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. ഞാൻ പോരാ, നിനക്ക് അതിനെക്കാട്ടും നല്ലതിനെ കിട്ടുമെന്ന്. ചില ആൾക്കാർ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പം കൂടെ ഉള്ള ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ട് അവരോട് പറയുമ്പം ലാസ്റ്റ് അവർ നോ പറയാൻ പറ്റാതെ നിനക്ക് എന്നെക്കാട്ടിയും നല്ലത് കിട്ടുമെന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, എന്ന് പറഞ്ഞതുപോലെ കരുതിയാൽ മതി. സത്യത്തിൽ സംഭവിക്കുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ പലരോടും പോയി പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടത് എൻ്റെ സഹോദരനുണ്ട്, അതുപോലെ ഞാൻ കാരണം 10ാം ക്ലാസ്സിൻ്റെ കടമ്പ കടന്നൊരു എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവൻ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചത് പിറ്റേ ദിവസം രാവിലെ 1 കിലോ ആട്ടിറച്ചിയായിട്ട് വീട്ടിൽ വന്നു. എന്നിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ഗൾഫിൽ പോകാൻ പോടാ, പാസ്പോർട്ട് വേണം, രക്ഷപ്പെടണം, നീ കാരണം മാത്രം നീ ജീവിതത്തിൽ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും. അപ്പം ഞാൻ ഇവരെയാണ് ആദ്യം കാണാൻ പോയത്. അന്നേരം അവന് 10ാം ക്ലാസ്സിൽ വെച്ച വിവരമൊക്കെ വന്നുകൊണ്ട് അവൻ കച്ചവടം ചെയ്യാൻ പോയി. ഞങ്ങളൊക്കെ വിവരമാകാത്തോണ്ട് കോളേജിൽ പോയി. അപ്പം അവൻ കച്ചവടമൊക്കെ ആയി പൈസയൊക്കെ ആയപ്പോൾ അവൻ വളരെ ബുദ്ധിമാനായിരുന്നു. അവൻ നാളെ തുടങ്ങുന്ന സ്ഥാപനത്തിലൊരു സ്റ്റാഫായിട്ട് എന്നെ കിട്ടുമെന്നുള്ളായിരുന്നു അവൻ്റെ പഠനം. ഓക്കെ. അപ്പം ഞാൻ ഈ പ്ലാനും കൊണ്ട് അവനടുത്ത് ചെന്നപ്പോൾ അവൻ ഇതെല്ലാം കേട്ടിട്ട് ലാസ്റ്റ് ഞാൻ ആ സമയത്ത് മിലിറ്ററിയിലൊക്കെ പോകണമെന്നൊക്കെ ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അത് പഠനത്തിലെ പോലീസിലെങ്കിലും പോയാൽ നീ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് വന്നിട്ട് ഈ ചങ്ങനാശ്ശേരി ടൗണിൽ വിലസണമെന്നായിരുന്നു എൻ്റെ സ്വപ്നം. അതുകൊണ്ട് നിൻ്റെ ഫോക്കസ് വേറെ എങ്ങും പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ ഇവനോട് ഞാൻ പറയുന്നതൊക്കെ ചെയ്തോ, നീ എന്ത് വേണമെങ്കിലും ചെയ്യും, പക്ഷേ ഇത് മാത്രം ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയും. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ കേൾക്കേണ്ടതുപോലെ കേട്ട് കൊള്ളേണ്ടത് കൊള്ളണം. അവരൊന്നും പറയരുത്. എന്നെ വളരെ ആലങ്കാരികമായിട്ടും അല്ലാതെയും ഒക്കെ റിജക്റ്റ് ചെയ്ത ആൾക്കാർ നാളെ വീടിൻ്റെ വാതിക്കൽ ക്യൂ നിൽക്കുന്ന സിറ്റുവേഷൻ വരുത്തണം. ഈ ബിസിനസ്സിൽ എന്നെ കൂടെ എടുക്കാവോ എന്ന് ചോദിച്ചു. നമ്മളൊക്കെ ആദ്യം ചെയ്യുമ്പം നാട്ടുകാരും വീട്ടുകാരും ഒക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ വിചാരിക്കണ്ടോ? ഇല്ല. അറിയാൻ വയ്യാത്ത ഒരാൾ മകനെ അല്ലെങ്കിൽ മകളെ പൈലറ്റ് ആക്കണമെന്ന് ആഗ്രഹിക്കുക. വീട്ടിൽ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോകുന്ന വഴിക്ക് ഓട്ടോറിക്ഷക്കാരോട് ചോദിക്കുവാണ്, ഞാനിങ്ങനെ മക്കളെ സാരത കണ്ണും തുറന്നുകൊണ്ടിരുന്ന് ഉറങ്ങണോ കണ്ണടച്ചുറങ്ങണമെന്ന് അറിയില്ല, എവിടെയോ പോയി. ഇല്ല, ആലോചിക്കായിരുന്നല്ലേ? അപ്പോൾ ഒന്നും അങ്ങനെ ആലോചിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കണം. അപ്പം ഓട്ടോക്കാരോട് ചോദിക്കുകയാണ്, ഞാനൊന്ന് മോനെ പൈലറ്റ് ആക്കിയാലോ എന്ന്. അപ്പം ഓട്ടോക്കാരൻ എന്തോ പറയും, ഈ റോട്ടിൽ കൂടെ തന്നെ പോകാൻ പറ്റുന്നില്ല, താഴെ ചക്രം ഉണ്ടായിട്ട് തന്നെ നിൽക്കുന്നില്ല, അപ്പോഴാണ് മുകളിൽ കൂടെ എങ്ങാനും പോയാൽ തീർന്നു. കറക്റ്റ് ഓർ നോട്ട്? എന്തെങ്കിലും പൈലറ്റ് ആവുക. പൈലറ്റ് ആകണമെങ്കിൽ പൈലറ്റായി വിജയിച്ച ഒരാളോട് പോയി അഭിപ്രായം ചോദിക്കണം, എങ്കിലേ പൈലറ്റാകാൻ പറയുള്ളൂ. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ വന്ന് വിജയിച്ച ആളുകളോട് ചോദിക്കേണ്ടത് പോലെ ചോദിച്ചാലേ. അല്ലാതെ അമ്മാവനോടോ, അമ്മാവ ഇങ്ങനൊരു പരിപാടി വന്നു ഞാൻ തുടങ്ങട്ടെ വെച്ചാൽ അമ്മാവൻ എന്ത് പറയും, എത്ര പരിപാടി കണ്ടോ, നീ പത്രമൊന്നും വായിക്കുന്നില്ലേ? പിന്നെ മൈ ലൈഫ് സ്റ്റൈൽ തുടങ്ങിയിട്ട് എങ്ങും എത്താതെ പോയ കുറേ ആൾക്കാരൊക്കെ നാട്ടിലുണ്ടാവും. അവർ ഗൾഫിൽ പോകാൻ വിസ കിട്ടാതെ പാസ്പോർട്ട് എടുത്തവരെ പോലെ ഉള്ളൂ കേട്ടോ. പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ നല്ലതാണ്, നാളെ അവരൊക്കെ വരണ്ടേ നമ്മുടെ കൂടെ. കുറേ പേരങ്ങനെ കൂടട്ടെ. ഇന്ന് വന്നാൽ രക്ഷപ്പെടും, നാളെ വന്നാൽ ഞങ്ങൾ രക്ഷപ്പെടും, അത്രേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കേൾക്കുകയും ആക്റ്റീവായി പ്രവർത്തിക്കാനും തയ്യാറാവണം. അങ്ങനെ ഒരുപാട് നോസ് കിട്ടിയിട്ടുണ്ട്. കയ്യിലാണെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാടുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞു പോകുന്നില്ല. ഈ കിടന്ന കുറച്ച് പിക്ചറുകളുണ്ട്, എൻ്റെ അവസ്ഥയെന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ജനിച്ചു വളർന്ന വീടാണ് ബാക്കിലുള്ളത്. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ ഫാദർ വാങ്ങിയൊരു വീടാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലങ്ങളൊക്കെ ഒരുപാട് ദാരിദ്ര്യത്തിലൊക്കെ ജീവിച്ചിട്ടുള്ളവരാണ്. സ്വന്തമായിട്ട് നല്ല വീടൊന്നും പണ്ടുണ്ടായിരുന്നു, പിന്നീട് അതൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ അവസാനം സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടി. എൻ്റെ ഫാദർ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് മരണപ്പെട്ടു പോയി. സഹോദരങ്ങളും സഹോദരിയും രോഗിയായ ഒരു മാതാവും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. 11 മാസം ഇങ്ങനെ വാടകയ്ക്ക് പറയാറുണ്ട്, ഈ വലിക്കുന്ന വണ്ടിയും വലിച്ചുകൊണ്ട് പല സ്ഥലത്തൊക്കെ നടന്ന് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നൊരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു അഡ്രസ്സ് വേണം. എൻ്റെ മക്കൾക്ക് ആ ഒരു അവസരം വരരുത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്നിരുന്നു. എന്നെ സംബന്ധിച്ചോളം ചെറുപ്പം മുതലേ ബിസിനസ് കണ്ട് ഞങ്ങളുടെ എല്ലാ ഫാമിലി എല്ലാവരും ഹോൾസെയിൽ ട്രേഡേഴ്സാണ്, കച്ചവടക്കാരാണ്.
അതുകൊണ്ട് ഒരാളും ജോലിയുള്ള ആൾക്കാരില്ല. അപ്പം ജോലി ഇല്ലാത്ത കുടുംബങ്ങളിൽ ആൾക്കാർ വിചാരിക്കുന്നത് ജോലിയാണ് നല്ലതെന്നാലേ. അക്കരപ്പച്ച അത്രയേ ഉള്ളൂ. ജോലിക്കാരെന്ത് പറയും? എണ്ണിച്ചുട്ട അപ്പം പോലെ ആദ്യത്തെ 15 ദിവസം പൗർണമിയും അത് കഴിഞ്ഞുള്ള 15 ദിവസം അമാവാസിയും അല്ലേ? അല്ല, ഇരുട്ടായിപ്പോൾ മൊത്തം. കയ്യിലുള്ള പൈസ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടോ? പിന്നെ ഇങ്ങനെ അടുത്ത ഒരു 1-ാം തീയതിക്ക് വേണ്ടി ഇങ്ങനെ പ്രതീക്ഷിച്ച് ജീവിക്കും. ഇങ്ങനെ ഒരു വട്ടം വരച്ച് ആ വട്ടത്തിനകത്ത് കറക്റ്റ് കണക്ക് കൂട്ടി പോവും. എവിടെയെങ്കിലും കണക്ക് തെറ്റിയാൽ മൊത്തം താളം തെറ്റും. ഇതാണ് മാസശമ്പളമുള്ള ആളുകളുടെ അവസ്ഥ. ഇതൊന്നും മോശമല്ല. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ മിലിറ്ററിയിൽ ഒരു ജോലി വേണമെന്നൊരു സ്വപ്നം, ഒരു ഓഫീസറായി കയറണമെന്നുള്ള സ്വപ്നം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം മുതലേ എനിക്കുണ്ട്. അങ്ങനെ ഒരു ഇൻറ്റൻഷനുമായിട്ടൊന്നും അല്ല. എൻ സി സി എന്ന് പറഞ്ഞാൽ നാഷണൽ കേഡറ്റ് കോപ്സ്, ആർമിയുടെ സ്റ്റുഡൻറ്റ് വിങ് ആണ്. അതിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി ജോയിൻ ചെയ്യുന്നു. ആദ്യത്തെ 3 ആഴ്ച മോട്ടിവേറ്റ് ചെയ്തത് അവിടെ കിട്ടുന്ന പൊറോട്ടയും മുട്ടയായിരുന്നു. പിന്നെ അത് നിർത്തി ബട്ടർ ബണ്ണാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുകയും പ്രതിഷേധം ശക്തമായി അറിയിക്കുകയും ചെയ്ത ഒരു ധീരനായ NCCയുടെ പോരാളിയായിരുന്നു ഞാൻ. സാർ, കഷ്ടമായി പോയി സാർ. ആ പൊറോട്ടയും മുട്ടയും നിർത്തി ബട്ടർ ബണ്ണാക്കി കളഞ്ഞല്ലോ സാർ. ഞാൻ ഉള്ള സമയത്ത് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഉള്ള കാര്യമാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പൊറോട്ടയും ബട്ടർ ബണ്ണും ഞാൻ മറന്നു. NCCയും പരേഡും ക്യാമ്പുകളും ഗണ്ണും മെഷീൻ ഗണ്ണും ഇതൊക്കെയായി മനസ്സിലെ സ്വപ്നം. ഒരു പട്ടാളത്തിലെ ഒരു എന്താ പറയുക, രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരു ഉത്തമ പൗരനായി മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു മനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ വളർന്ന സമയത്ത് NCCയിൽ Aയും Bയും Cയും സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചു. C സർട്ടിഫിക്കറ്റ് കിട്ടിയ സമയത്ത് എടുത്ത ഫോട്ടോയാണ് കോളേജ് മാഗസിനിലിടാൻ. അടുത്ത ഫോട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തപ്പോൾ കിട്ടിയതാണ്. അടുത്ത ഫോട്ടോ പാസ്പോർട്ട് എടുത്തപ്പോൾ കിട്ടിയതാണ്. വീട്ടിൽ ഫാദറിൻ്റെ ബിസിനസ്സൊക്കെ പല കാരണങ്ങൾ കൊണ്ട് നഷ്ടത്തിൽ പോയി. ഇസ്ലാമിൽ അല്ലെങ്കിൽ പലിശ ഹറാമായതുകൊണ്ട് സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കയ്യിൽ ഇഷ്ടംപോലെ പൈസ മിച്ചം ഉണ്ടെങ്കിൽ അതുകൊണ്ട് സിമ്പിളായിട്ട് ജീവിക്കുകയും മിച്ചം വന്ന പൈസ വെച്ച് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്നൊക്കെയാണ് അങ്ങനെ പാരൻസ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ ഞങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും അന്നും ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് മൈ ലൈഫ് സ്കെയിൽ കിട്ടിയതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ട്രെയിനിങ്ങിന് പോയിരുന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ട്രെയിനിങ്ങിൽ ഇരുന്ന കാര്യങ്ങൾ മനസ്സിലായതെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇത് വിട്ടുകളയണമെന്ന് തോന്നിയിട്ടും തീരുമാനിച്ചിട്ടും വിട്ടുകളയാതെ എന്നെ പിടിച്ചു നിർത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ പലവട്ടം ഞാനും വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ എങ്ങാണെങ്കിൽ ഒരു ദിവസം വിട്ടുകളഞ്ഞിരുന്നെങ്കിലോ? ഇന്ന് നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുമോ? ഇന്നൊരു അച്ചീവറായിട്ട് നിൽക്കാൻ പറ്റുമോ? അച്ചീവ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. എനിവേ, വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ഞങ്ങളൊക്കെ പഠിക്കാൻ നല്ല മിടുക്കരായിരുന്നു. പക്ഷേ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ പല സ്ഥാപനങ്ങളിലും മാസത്തിലും ആഴ്ചയിലൊക്കെ ജോലിക്കൊക്കെ പോയി നാട്ടിൽ കിട്ടാവുന്ന ഈ ദിവസക്കൂലിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂലിപ്പണി, അതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞത്, ഇങ്ങനെയുള്ള പല പണികളും എടുത്തിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ച് ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഒരുപാട് പൈസ ഉള്ളവർ ഉഴപ്പാൻ പോയി. നമ്മൾ ജീവിക്കാൻ വേണ്ടി, വീടിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി ഇറങ്ങി. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റി. ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവസരം അന്വേഷിക്കുന്ന ആ സമയത്ത് അവിടെ പ്ലാൻ പ്രസൻറ്റേഷൻ കേൾക്കുന്നു. നമ്മുടെ വേഷം കണ്ട് അവർ നമ്മളെ പുച്ഛിച്ച് തള്ളി. ഒരിക്കലും ഒരാളെ വേഷം കണ്ട് തള്ളാൻ പാടില്ല. ലോകത്തൊരു വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ പേര് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എന്നാണ്. വേറൊരു യൂണിവേഴ്സിറ്റിയിൽ, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ നമ്മൾ വൈസ് ചാൻസലർ എന്നൊക്കെ പറയത്തില്ലേ, അവിടെ പ്രസിഡൻ്റ് എന്നാണ് വിളിക്കുക. UK ഒരു യൂണിവേഴ്സിറ്റിയിലാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു പഴയ മുഷിഞ്ഞ കോട്ടൊക്കെ ഇട്ട്, ഈവൻ ഒരു പഴയ വസ്ത്രം അല്ലെ ചാക്കൊക്കെ ഇങ്ങനെ തയ്ച്ചിട്ട് സൂട്ട് പോലെ ധാരം തണുപ്പ് രക്ഷപ്പെടാനുള്ള ഇതൊക്കെ ഇട്ടിട്ട് ഒരു കപ്പിൾസ് വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരുടെ ഉദ്ദേശം ഞാൻ പ്രസിഡൻറ്റിനെ കാണണമെന്നാണ്, വൈസ് ചാൻസലറെ. അയാളുടെ സെക്രട്ടറി ഉണ്ട്, സെക്രട്ടറിക്ക് ഒരു സെക്രട്ടറി ഉണ്ട്. അയാൾ പറഞ്ഞ് നിങ്ങൾക്ക് സെക്രട്ടറിയെ പോലും കാണാൻ പറ്റില്ല, പിന്നല്ലേ പ്രസിഡൻറ്റ്. ഇതൊരു യൂണിവേഴ്സിറ്റി മുഴുവൻ ഭരിക്കുന്ന അയാളാണ്. അയാളെ ഒന്നും കാണാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടില്ല. അവർ കേൾക്കാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഒരു ദിവസം മുഴുവൻ വെയിറ്റ് ചെയ്ത് പോയി. പിറ്റേ ദിവസം വന്നു. അയാളുടെ മനസ്സലിഞ്ഞിട്ട് അയാൾ പോയി സെക്രട്ടറിയോട് പറഞ്ഞു, അതുപോലെ അസിസ്റ്റൻറ്റ് പോയി പറഞ്ഞു, ഇതുപോലെ VC അല്ല പ്രസിഡൻറ്റിനെ കാണണമെന്ന് പറഞ്ഞ ഒരു കപ്പിൾ വന്നിരിപ്പുണ്ട്, പ്രായമായവരാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്നിരുന്നിട്ട് പോയി, ഇന്നും പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. പുള്ളി ദേഷ്യപ്പെട്ട് 3 ദിവസം വീണ്ടും വന്നിരുന്നപ്പോൾ അവസാനം ഇയാൾ പ്രസിഡൻറ്റിനോട് പോയി പറഞ്ഞു, ഇങ്ങനെ ഒരു കപ്പിൾ പാവപ്പെട്ടവരാണെന്ന് തോന്നുന്നു, കീറി പറഞ്ഞ കോട്ടൊക്കെ ഇട്ട് വന്നിരിപ്പുണ്ട്. അവസാനം ഗതിയില്ലാതെ പറഞ്ഞു വിടാൻ വേണ്ടി പ്രസിഡൻറ്റ് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ആദ്യം വന്നോണ്ടേ അവരോട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള മാതാപിതാക്കൾ ഇവിടെ ഒന്ന് എന്നോട് കാര്യം സംസാരിക്കാതിരുന്നാൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ തന്നെ അപകടത്തിൽ, അതുകൊണ്ട് എന്താ പറയണമെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകൂ. അപ്പോൾ അവർ പറഞ്ഞെങ്ങനെയാണ്, ഞങ്ങളുടെ മകൻ, ഒരേ ഒരു മകൻ ഉണ്ടായിരുന്നത്, ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ഒരു അപകടം ഉണ്ടായി മരിച്ചുപോയി. അവൻ്റെ പേരിലൊരു സ്മാരകം ഇവിടെ നിർമ്മിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു നിമിഷത്തേക്ക് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നെങ്കിലും ഒന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടുത്തെ ഒരു ബിൽഡിങ്ങൊക്കെ കെട്ടിപ്പൊക്കണമെങ്കിൽ എത്ര കോടി വരുമോ നിങ്ങൾക്കറിയുമോ? അപ്പോൾ വൈഫ് പെട്ടെന്ന് ചോദിച്ചു, ഇതുവരെ ഉണ്ടായിരുന്ന വൈഫ് പെട്ടെന്ന് ചോദിച്ചു, എത്ര കോടി വേണ്ടി വരുമായിരിക്കും?
അപ്പോൾ അയാളൊരു സംഖ്യ പറഞ്ഞു, ഒരു വലിയ സംഖ്യ, ഒരു സാധാരണക്കാരന് താങ്ങാൻ പോലും പറ്റാത്തൊരു സംഖ്യ പറഞ്ഞു. ആ സമയത്ത് വൈഫ് എഴുന്നേറ്റിട്ട് ഹസ്ബൻഡിനെ പിടിച്ചിട്ട് പറഞ്ഞു, എന്തിനാണ് നമ്മളിവിടെ ഒരു സ്മാരകം പണിയാൻ പോകുന്നത്? നമുക്കൊരു യൂണിവേഴ്സിറ്റി തന്നെ പണിഞ്ഞുകൂടെ? ആ കപ്പിൾ പോയി തുടങ്ങിയ യൂണിവേഴ്സിറ്റിയാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. ആ മരിച്ച മകൻ്റെ പേരാണ് സ്റ്റാൻഫോർഡ്. ഞാൻ പറഞ്ഞു, അവർ അത്രയും സമ്പന്നരായിരുന്നു. ഈ സമ്പത്ത് ഇല്ലാതെ വേറൊന്നും കാണണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ രീതിയിലൊക്കെ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ആദ്യത്തെ 2.5 വർഷം ഒരു നേട്ടങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, 2.5 ലക്ഷം രൂപ കടമാണ് എനിക്കുണ്ടായിരുന്നത്. മറ്റുള്ള എല്ലാ ബിസിനസ്സുകളിലും കൂടെ വന്നിട്ടുള്ള വരുമാനം ഈ ബിസിനസ്സിൻ്റെ മീറ്റിങ്ങിന് പോകാനും ട്രെയിനിങ്ങിന് പോകാനും ഒക്കെ ചിലവാക്കിയിട്ടുണ്ട്. അന്ന് ട്രെയിനിങ്ങിൽ വന്ന് ഞാൻ കേട്ട ഒരു ട്രെയിനർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ബിസിനസ്സിന് വേണ്ടി 10 രൂപ വിശ്വാസത്തോടു കൂടി മുടക്കിയിട്ടുണ്ടെങ്കിൽ നാളെ അത് 10 കോടിയായി തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് കൈയടിച്ചിട്ടുണ്ട് ഞാൻ. ആ 10 രൂപ ഉണ്ടായിക്കൊണ്ട് വന്ന പാട് എനിക്കറിയാമായിരുന്നു. ഞാൻ പറയുന്നത് ആ 10 കോടി എന്നല്ല, അതിൻ്റെയൊക്കെ ഒരുപാട് അപ്പുറത്തേക്ക് ഇന്ന് നേടിയിട്ടാണ് ഞാനിവിടെ ഈ വേദിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ട്രെയിനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, നെവർ മിസ് ഇറ്റ്. ഒരു ഫംഗ്ഷൻ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ 6 മാസം പിന്നോട്ട് പോകും. പിന്നെ എപ്പോഴാണെന്നറിയോ നമ്മൾ ശരിക്കും നഷ്ടപ്പെടുത്താൻ പോകുന്നത്? കുറേ അച്ചീവ്മെൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വരാറുള്ള ഒരു ഈഗോ എല്ലാമായി. ഹിന്ദിയിൽ പറയും മുജെ ബുദ്ധ് ആത്താ ഹെ. MB ഒരു എന്താ പറയുക, ഒരു നിസ്സഹായനായ ഒരു മെമ്പറായിരുന്നു ഞാൻ. എൻ്റെ ഫാദർ ആൾക്കാരോട് എപ്പോഴും പറയും, പുള്ളി ഹിന്ദി പറഞ്ഞ് ഞാൻ കേട്ടേക്കുന്ന ഒരേ ഒരു പ്രാവശ്യമുള്ളൂ. എന്നോട് എൻ്റെ സ്കൂളിൽ വന്നിട്ടാണ് പറഞ്ഞത്. എൻ്റെ സ്കൂളിൽ പാരൻറ്റ് ടീച്ചർ അസോസിയേഷനിൽ ആൾ മെമ്പറായിരുന്നു. അവിടെ വന്ന് ഹിന്ദി ആണ് ഞാൻ പഠിച്ച ആ സമയത്ത്. ആ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് എൻ്റെ ഫാദർ പറഞ്ഞിട്ടുണ്ട്, എന്താണ് പറയുന്നതെന്നറിയോ, നമ്മുടെ കൈ എപ്പോഴും ഇങ്ങനെ ദേനെ കെ ലിയെ ജാനാ ഹെ ലേനെ കെ ലിയെ നെയ് ജാനാ ഹെ. ആൾ പറഞ്ഞൊരു ഹിന്ദി ഞാൻ കേട്ട ഇതാണ്, എപ്പോഴും മറ്റുള്ളവർ കൊടുക്കാവുള്ളൂ, ഇങ്ങോട്ട് വാങ്ങിക്കാൻ നിൽക്കരുത്. അങ്ങനൊരു പ്രിൻസിപ്പിൾ ലൈഫിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരാളോടും ആൾ ബുദ്ധിമുട്ടൊന്നും പറയില്ല. ബുദ്ധിമുട്ടൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ കുടുംബത്തിലൊക്കെ ഉള്ളവർക്ക് അറിയാം, ആളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും വരില്ലായിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ വന്നു. ഇങ്ങനെ മിലിറ്ററിയിൽ പോകണമെന്നൊരു സ്വപ്നവുമായിട്ട് ഞാൻ നടക്കുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ടൊരു അപകടം ഉണ്ടാകുന്നത്. എൻ്റെ 2 കൈക്കും സിവിയറായിട്ടുള്ള സർജറി ചെയ്യേണ്ടി വന്നു. എൻ്റെ വലത് കൈ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ഭാഗത്ത് 27 കുത്തിക്കെട്ടുണ്ട്. ഞാൻ കൈയൊക്കെ അണക്കിയാൽ ഇവിടെയൊക്കെയാണ്. ഇപ്പോഴും എൻ്റെ കൈ ഈ ഭാഗമൊന്നും അടുക്കില്ല, ഒരുമിച്ച് വരില്ല. എൻ്റെ ഇടത്തെ കൈയാണെങ്കിൽ നേരെയല്ല, ഇറ്റ്സ് ഹാവ് എ ബെൻഡിങ്, വളഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ, ആലങ്കാരികമായി പറഞ്ഞാൽ ഒരു 15-20% വികലാംഗനാണ് ഞാൻ. എന്നാൽ വികലാംഗൻ്റെ ഒരു കുഴപ്പവും എനിക്കില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ സഹതാപം തോന്നരുത്. അങ്ങനെ പലർക്ക് സഹതാപമൊക്കെ തോന്നിയിട്ടുണ്ട് ഒരു കാലത്ത്. കാരണം കൈ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ, ഈ കൈ ഇങ്ങനെ, ഇത് അനങ്ങില്ലായിരുന്നു. ആ സമയത്തൊക്കെ ഉള്ളുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പടച്ചോനെ എന്തെങ്കിലും ഒരു അവസരം തരണേ, ഒരാളുടെ മുമ്പിൽ കൈ ഇങ്ങനെ വെക്കേണ്ട സിറ്റുവേഷൻ വരരുതെന്ന്. ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കാനുള്ളൊരു മനസ്സും ഒരു നല്ല അവസരവും തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ സംശയിക്കേണ്ട, മൈ ലൈഫ് സ്റ്റൈൽ ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ഇൻ ദ വേൾഡ്. ഈ ഒരു അവസരത്തിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഞങ്ങൾ 3 പേരും പഠിക്കാൻ മിടുക്കരായിട്ടും ഞങ്ങളുടെ ഹയർ എഡ്യൂക്കേഷന് പണമില്ലാത്തത് കൊണ്ട് അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് എനിക്ക് മെഡിക്കൽ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ഓപ്പറേഷനുള്ള പല ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങൾക്ക് പൈസ വേണം. പോയി ചോദിച്ചാൽ അതിൻ്റെ ഫീസ് കെട്ടിട്ട് പിന്നെ ആ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുമില്ല. എൻ്റെ അമ്മ ഒരു ആസ്മറ്റിക് പേഷ്യൻ്റാണ്. പലപ്പോഴും ശ്വാസം മുട്ടൽ കൂടിയിട്ട് ഓക്സിജൻ കൊടുക്കേണ്ട അവസരത്തിൽ പോലും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയിട്ടില്ല. ചില സമയത്തൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ 2 പ്രാവശ്യം അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, 10 മിനിറ്റ് കൂടെ വൈകിയിരുന്നെങ്കിൽ ശ്വാസം കിട്ടാതെ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചേനെന്ന്. ആ സമയത്തുള്ളൊരു മനസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ ഫാദർ വർഷങ്ങളോളം ബിസിനസ് ചെയ്തത് മലബാർ മേഖലയിലാണ്. അതുകൊണ്ട് ഞാനൊരു തെക്കൻ കേരളക്കാരനാണെങ്കിലും എൻ്റെ മനസ്സും ആത്മാവും ഒക്കെ എന്നും വടക്കൻ കേരളത്തിലാണ്. കാരണം വേറൊന്നുമല്ല, എൻ്റെ ഫാദർ 35 വർഷത്തിലധികം കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാടി സ്ഥലങ്ങളിലൊക്കെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഫാദർ തുടങ്ങിയൊരു സ്ഥാപനമുണ്ട്, അതിൻ്റെ പേര് വികാസ് ബുക്ക് സെൻ്റർ എന്നാണ് അറിയപ്പെട്ടിരുന്നൊരു സ്ഥാപനമായിരുന്നു. അതുപോലെ പാത്രത്തിൻ്റെയൊക്കെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബിസിനസ് നഷ്ടത്തിലായി കഴിഞ്ഞാൽ പിന്നെ വരുമാനമൊന്നും കൈ കാണില്ല. സ്ഥിരമായി പൈസ കൈകാര്യം ചെയ്യുന്നവർക്ക് പൈസ ഇല്ലാതെ വന്നാൽ വല്ലാത്തൊരവസ്ഥ വരും. ഒരാളോടും പറയാനും പറ്റില്ല, നാണക്കേടും വല്ലാത്തൊരവസ്ഥയും, അങ്ങനെ മാനസികമായി പോലും തകർന്നു പോകുന്നൊരു സിറ്റുവേഷൻ. അതൊന്നും ഉൾക്കാനുള്ള പക്വതയൊന്നും അന്ന് ആ സമയത്തൊന്നും ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിവേ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ആളുടെ മകളുടെ കല്യാണത്തിന് സമയത്ത് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റാതെ, സ്ത്രീധനമൊന്നും കൊടുക്കാനല്ല, ഞങ്ങൾ സ്ത്രീധനത്തിന് എതിരുള്ള ആൾക്കാരാണ്. പക്ഷേ അത്യാവശ്യമുള്ളൊരു സ്വർണ്ണമൊക്കെ ഒന്ന് ഇട്ടുവിടണ്ടേ, അതിനുള്ള പോലും നിവൃത്തിയില്ല. ഈ വീടൊന്ന് മാറ്റി ചെറുതായിട്ടൊന്ന് മാറ്റാൻ, ഒരു റിന്യൂവേഷൻ ചെയ്യാൻ, പെയിൻറ്റിങ് ചെയ്യാൻ പോലുള്ള പൈസ കയ്യിലില്ല. അത് സമയത്ത് റിന്യൂവേഷൻ ചെയ്യാത്തത് കൊണ്ട് തകർന്നു വീഴുന്നൊരവസ്ഥയാണ്. എന്തൊക്കെയാണെങ്കിലും ശരി, ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം നമുക്ക് എന്തെങ്കിലും പ്രയാസം തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രയാസത്തെ അതിജയിക്കാനുള്ള കഴിവും അവസരം കൂടി തന്നിട്ടാണ് നമുക്ക് പ്രയാസം തരിക. അങ്ങനെയുള്ളവർ മുന്നോട്ട് പോകുന്നതാണ് ലോകത്തിൻ്റെ പ്രചോദനം.
അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എൻ്റെ ആരോഗ്യം കൂടെ പോയപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ 11-ാം വാർഡിൽ, കോട്ടയം ജില്ലയിലെ 11-ാം വാർഡിൽ 2-3 പ്രാവശ്യമൊക്കെ മരണം കൺമുമ്പിൽ കണ്ട് കിടന്നിട്ടുണ്ട്. ഞാൻ കൂടുതൽ വർണ്ണിച്ചാൽ ഞാൻ ഇമോഷണലാകും, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ കൈയില്ലാതെ എങ്ങനെ ജീവിക്കുമെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ പറഞ്ഞതുപോലെ ഖുറാനും ബൈബിളും ഗീതയും ഒക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ. കാരണം അവിടെയൊക്കെ പല ആൾക്കാരും വരും, അവരോരോ ലഘുലേഖകളും അതും ഇതുമൊക്കെ ആയിട്ട് വരും. ഒരു പ്രതീക്ഷയുമില്ലാതെ, ആരും വന്ന് കാണാൻ പോലും ഇല്ലാതെ ഈ ലഘുലേഖ കേൾക്കുന്ന ഒരു വാചകങ്ങളൊക്കെയാണ് ചിലപ്പം ഒന്ന് ജീവിക്കണമെന്നുള്ളൊരു പ്രത്യാശ പോലും തരുന്നത്. കൈയൊന്നും അനങ്ങാതെ ഒരു ദിവസം രാത്രി കിടക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അപ്പുറത്ത് കിടന്ന ആളില്ല, ചോദിക്കും ഡിസ്ചാർജ് ആയി പോയോ എന്ന്. ഇല്ല, ഇന്നലെ മരിച്ചുപോയി. പിറ്റേ ദിവസം അപ്പുറത്തുള്ള ആളും പോയി. അപ്പം നമ്മുടെ മനസ്സ് പറയുന്നത് കാലം ഈ വാർഡിൽ തന്നെ കറങ്ങി നടപ്പുണ്ട്, മിക്കവാറും അടുത്ത ചാൻസ് എനിക്കായിരിക്കും എന്ന് ചിലപ്പോൾ വിചാരിച്ച് പോകും ചില സമയത്ത്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ പലപ്പോഴും മനസ്സുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ദൈവമേ എന്തിനാണ് എന്നെ ഇങ്ങനെ ജീവനോട് ഇട്ടത്, അങ്ങ് എടുത്തേക്കാൻ വയ്യായിരുന്നു എന്ന്. അത് എന്താ പറയുക, വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ട് പറഞ്ഞു പോയി. എൻ്റെ ഫാദർ പറയാം, നിനക്ക് ഈമാൻ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയാം. ആളാണ് എൻ്റെ കൂടെയൊക്കെ നിന്നത്. 2 കൈയും ഇല്ലാതെ 1.5 വർഷം ഞാൻ ജീവിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ല, കുളിക്കാൻ പറ്റില്ല, ഡ്രസ് ഇടാൻ പറ്റില്ല, ഉടുത്തിരുന്ന മുണ്ട് പോലും ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ല. മീൻസ് കൈയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കൈ ഇല്ലാത്തതിൻ്റെ വില കൈ രണ്ടും കൂടെ ഒന്ന് പുറകിൽ കെട്ടിവെച്ചാലേ മനസ്സിലാവുള്ളൂ. കണ്ണില്ലാത്തതിൻ്റെ വില ഗാന്ധാരിയെ പോലെ കണ്ണൊന്ന് അടച്ചു വെച്ചാലേ മനസ്സിലാവുള്ളൂ. അമ്മയും അച്ഛനും മരിച്ചതിൻ്റെ വില അമ്മയും അച്ഛനും മരിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. ദാരിദ്ര്യമില്ലാത്തവന് സമ്പത്തിൻ്റെ ആ ഭംഗി അറിയാൻ പറ്റില്ല. ആരോഗ്യം നശിച്ചവന് മാത്രമേ ആരോഗ്യത്തിൻ്റെ വില അറിയാൻ പറ്റുള്ളൂ. ആ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ആ സമയത്തുണ്ടായ ചില ചിന്തകൾ കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിൽ വിജയിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. നിങ്ങൾക്ക് പ്രതിസന്ധികൾ വരാൻ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഇമാജിൻ, നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെ നടക്കും? നമ്മളെ മനസ്സിൽ കാണുന്ന ആ വീട് എങ്ങനെ വെക്കും? മക്കളുടെ വിദ്യാഭ്യാസം എങ്ങനെ നടത്തും? നമ്മുടെ വരുമാനം മുടങ്ങിയാൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ചിന്തിച്ചു നോക്കുക. അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ, കരുതി വെച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് നിങ്ങളുടെ ആൻസറെങ്കിൽ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്. ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. ആ രീതിയിൽ പതുക്കെ പതുക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. 1 വർഷം കൊണ്ട് 25 ലക്ഷം രൂപയ്ക്ക് മേലെ മിച്ചം പിടിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുമായിരുന്നുള്ളൂ. 1 വർഷം എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയ്ക്ക് മേലെ മിച്ചം കിട്ടണം. NCCയിൽ പോകാൻ പറ്റിയില്ല, മിലിറ്ററി പോകാൻ പറ്റിയില്ല, ഓഫീസർ ആയില്ല. SSBയുടെ ഇൻ്റർവ്യൂ പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി 2 വർഷം എനിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര നിരാശനായിരുന്നു ആ സമയത്ത്. ഒരു സ്വപ്നം ഇല്ലാതായാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല എന്ന് പോലും പലപ്പോഴും ചിന്തിച്ചു പോകും. സ്വപ്നം വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ എനിവേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുണ്ടായ സാഹചര്യത്തിൽ ഓക്കെ അത് പറ്റി, അടുത്തത് നോക്കുക. ഒരു വാതിൽ അടയുമ്പോൾ വേറൊരു വാതിൽ തുറക്കും. അടഞ്ഞ വാതിലിനെ നോക്കി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. തുറന്ന വാതിലിലൂടെയുള്ള അവസരങ്ങൾ കാണാനും ലോകത്തെ നോക്കിക്കാണാനും നമ്മൾ പഠിക്കണം. അങ്ങനെ ശ്രമിച്ചതുകൊണ്ട് ഈ അവസരം കിട്ടിയപ്പോൾ എനിക്ക് ദൈവം തന്നതാണെന്ന് വിചാരിച്ച് ഞാൻ പരിശ്രമിച്ചു, കഠിനാധ്വാനം ചെയ്തു. ആദ്യത്തെ 2.5 വർഷം ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പിന്നീടാണ് പതുക്കെ പതുക്കെ മാറ്റങ്ങൾ ഉണ്ടായത്. ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ ഉണ്ടാകുന്ന വരുമാനത്തിൻ്റെ പവർ, ഇൻകം പൊട്ടൻഷ്യൽ, അതാണ് എനിക്ക് പ്രതീക്ഷ നൽകിയത്. പതുക്കെ പതുക്കെയാണ് മാറ്റം വന്നത്. ആദ്യം വന്നത് ഒരു വീടാണ്. അത് റെൻ്റൽ വീടായിരുന്നു. സഹോദരയുടെ കല്യാണം നടത്താൻ വേണ്ടി ഒരു വീട് വാടകയ്ക്ക് എടുത്തു. അന്നത്തെ കാലഘട്ടത്തിൽ 3750 രൂപ 4000 രൂപയ്ക്ക് താഴെ ഉള്ളൂ. ഞാൻ പറയാം, ഐ എം ടോക്കിംഗ് അബൌട്ട് 2002. 2002 ഒരു നാട്ടിൻ പുറത്ത് 4000 രൂപ എന്ന് പറഞ്ഞാൽ ചെറുതാണോ? അല്ല, ഇറ്റ് വാസ് ഹ്യൂജ് എമൗണ്ട്. ഇന്നത്തെ പറഞ്ഞാൽ ഒരു 35,000-40,000 രൂപയ്ക്കായി. ആ വീട് വാടകയ്ക്ക് എടുത്തു. ഒരാളുടെ നിന്നും കല്യാണത്തിൻ്റെ കാർഡടിച്ചപ്പോൾ ഇൻവിറ്റേഷൻ്റെ സമയത്ത് യുവർ പ്രസൻസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രസൻറ്റേഷൻ ഫോർ അസ്, സോ പ്ലീസ് അവോയ്ഡ് എനി പ്രസൻറ്റേഷൻ എന്ന് അടിച്ചു കൊടുത്തിട്ട് ഒരാളിൽ നിന്നും ഒരു സഹായം സ്വീകരിക്കാതെ നല്ല ഭംഗിയായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് വിവാഹമൊക്കെ നടത്താനായിട്ട് പറ്റി സഹോദരിയുടെ. അതിനുശേഷം ഞങ്ങളുടെ വിവാഹം നടക്കണം. എൻ്റെ ബ്രദർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അന്ന് വാങ്ങിയൊരു വീടാണ് ഇവിടെ ഫോട്ടോയിൽ കാണുന്നത്. ചെറിയ പ്രായത്തിൽ, എനിക്കന്ന് 23 വയസ്സേ പ്രായമുള്ളൂ. അത് വീടിന് 5000 സ്ക്വയർ ഫീറ്റിന് മേലെ ഉണ്ട് വലിപ്പം. അപ്പോൾ അത്രയുള്ളൊരു വീടൊക്കെ കൈ അടിക്കുന്നുണ്ടെങ്കിൽ ശക്തിയായിട്ട് എല്ലാവരും കൂടെ അടിക്കണം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് പക്ഷെ ഞാനും ചിന്തിച്ചിട്ട് നടക്കില്ല എന്ന്. അവിടെ നിന്നാണ് ഈ മാറ്റമൊക്കെ ഉണ്ടായത്. പിന്നെ പതുക്കെ പതുക്കെയാണ് മാറ്റങ്ങൾ വന്നത്. ഞങ്ങളുടെ 2 പേരുടെ വിവാഹം നടന്നു. വിവാഹങ്ങൾ തമ്മിൽ വെറും 13 ദിവസത്തിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞങ്ങൾ ചിന്തിച്ചത് ഇങ്ങനെ, ഏതായാലും കല്യാണം വിളിക്കാൻ പോകാം, 2 പേർക്ക് ഒരുമിച്ച് പോകാമല്ലോ. ഹണിമൂൺ വരെ ഒന്നിച്ചാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഒറ്റ കാറിൽ പോയാൽ മതിയല്ലോ. വണ്ടി ഓടിക്കുക, 2 പേര് ഇരുന്ന് ഉറങ്ങുക, 2 പേര് ഓടിക്കുക, അത്രേ ഉള്ളൂ. 2 പേര് ഓടിക്കാൻ ഒരാൾ ഓടിപ്പിക്കും, മറ്റൊരാൾ ഓടിക്കണം, അത്രേ ഉള്ളൂ. അവർക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫിലെ സ്റ്റോറീസ് പറയുന്നത്. ഇതൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടായത്. പക്ഷെ ആദ്യത്തെ 2.5 വർഷം ക്ഷമയുടെ നെല്ലിപ്പലകയ്ക്ക് താഴെ എന്തെങ്കിലും പലകയുണ്ടെങ്കിൽ അതുവരെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും വിചാരിക്കും
ജീവിതം കോഞ്ഞാട്ടേ ആകുമെന്ന്. എന്നാണ് അങ്ങനെ ചിന്ത വരുന്നത്? ചിന്തിച്ചേക്കുക, യു ആർ ഇൻ ദ റൈറ്റ് പാത്ത്. നിങ്ങൾ നല്ല വഴിയിലാണ് ചിന്തിക്കുക. അങ്ങനെയാണ് ഒരു അഗ്നി പരീക്ഷയൊക്കെ നടക്കും അല്ലേ? ഡയമണ്ട് കുഴിച്ചെടുക്കാൻ വേണ്ടി കുഴി തോണ്ടി 3 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും ഇനി കിട്ടുമെന്ന്. 2 മീറ്റർ അപ്പുറത്തുണ്ടായിരുന്നു, അവിടെ നിർത്തിപ്പോവും. നല്ല നല്ല ആൾക്കാർ വന്ന് നമ്മുടെ ഏറ്റെടുത്താലുണ്ടല്ലോ, ബിസിനസ് ഇങ്ങനെ പറന്ന് കയറും, നടന്നല്ല പറന്ന് കയറും. അങ്ങനെയൊക്കെയാണ് ലൈഫിലുണ്ടായ മാറ്റങ്ങൾ. വീടൊക്കെ വന്ന് പിന്നെ ബിസിനസ്സിൻ്റെ കാര്യവുമായി എറണാകുളം സിറ്റിയിലേക്ക് മാറണമെന്ന് ആഗ്രഹിച്ചു. അവിടെ ഒരു വില്ല സ്വന്തമായി. കൈയൊക്കെ ശക്തമായിട്ട് അടിച്ചാൽ നന്നായിട്ട് കേൾക്കാം. അതേപോലെ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ ഡയമണ്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പുതിയ പുതിയ ടാർഗറ്റുകൾ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ പുതിയ ടാർഗറ്റിന് പുറകെ പോകും. അതിനെന്നെ പ്രചോദിപ്പിച്ചത് ഖുർആനാണ്. ഇസ്മായിലൊക്കെ അറിയാം അല്ലേ? അലം നശ്റ അതിനകത്ത് ലാസ്റ്റ് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ആയത്തിന്? നിങ്ങൾ ഒരു കാര്യം പൂർത്തിയാക്കിയാൽ മറ്റൊന്നിൽ മുഴുകുക, നിന്റെ നാഥൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹം പ്രതീക്ഷിച്ച് മുന്നേറുക. ഇതാണ് പറയുന്നത്. ഒരെണ്ണം പൂർത്തിയാക്കിയാൽ, കണ്ടന്റഡ് ആയാൽ, അലസതയെങ്ങാനും വന്നാൽ ഇതുവരെ തന്നത് വരെ എടുക്കും. ഹിന്ദിയിലൊരു പ്രയോഗമുണ്ട്, ദൈവം തരാൻ തുടങ്ങിയാൽ മേൽക്കൂര പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് തരും. ജബ് ലേന ശുരു കർത്താ ഹെ, കേൾക്കുന്നതിൽ ക്ഷമിക്കുക, ചഡ്ഡി ബി ഉദാർക്കല്ലേക. മനസ്സിലായ? എടുക്കാൻ തുടങ്ങിയാൽ നിക്കർ വരെ ഊരിയെടുക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? ദാറ്റ് മീൻസ് നമ്മൾ ഒരിക്കലും കണ്ടന്റഡ് ആവാൻ പാടില്ല. എൻ്റെ കാര്യമായല്ലോ എന്നെങ്ങാനും ചിന്താഗതി വന്നാൽ, ഞാൻ ഉറപ്പിച്ചു പറയാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇന്നത്തെ ഏറ്റവും വലിയൊരു സത്യം, എനിക്ക് എന്തെങ്കിലും കാരണവശാൽ ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ, വിജയം തന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പിന്നിൽ ഒരു പർപ്പസും കൂടെ തന്നിട്ടുണ്ട്. ആ പർപ്പസ് എന്ന് പറഞ്ഞാൽ, എന്നെപ്പോലെ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ ലോകത്ത് ലക്ഷങ്ങളല്ല കോടികളുണ്ട്. അവർക്കൊരവസരം കൊടുക്കാൻ, അവർക്ക് പ്രചോദനം നൽകാൻ കഴിയുമെങ്കിൽ അത് നൽകാതെ ഞാൻ മാറി നിന്നാൽ അതിൻ്റെ തിക്തഫലം ഞാനും അനുഭവിക്കേണ്ടി വരുമെന്നൊരു ബോധ്യം പല സമയത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ അതിശക്തമായി എന്നും ആക്റ്റീവായിട്ട് നിൽക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ. ഞാൻ നിങ്ങളോട് എടുത്തു പറയാനുള്ള കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു പുതിയ വീട് വെക്കണമെന്നൊരു ടാർഗറ്റ് വന്നു. ഒരു ബോർഡ് കണ്ടു, വീട് ഇഷ്ടപ്പെട്ടു, നമ്പർ എടുത്തു, വിളിച്ചു, പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, അഡ്വാൻസ് കൊടുത്തു. ആ വീട്ടിൽ മക്കളൊക്കെ വലുതായപ്പോൾ മുറി കൂടുതൽ വേണ്ടി വന്നു. അതിലാണ് ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത്, എറണാകുളത്ത്. ഇനി ഡയറക്റ്റ് സെല്ലിങ്ങിലെ ഏറ്റവും വലിയൊരു വളർച്ചയുടെ കാര്യം പറയാം. എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും മറ്റു പല ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളുമായി എനിക്ക് അമേരിക്കയിൽ പോയപ്പോൾ അവിടെ വീട് വേണമെന്നൊരാഗ്രഹം വന്നു. ഞാൻ എൻ്റെ ഒരു ഗുരുതുല്യനായി സ്നേഹിച്ചിരുന്ന ഒരു ട്രെയിനർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വീട് കണ്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ അത് വിൽക്കാനുണ്ടെങ്കിൽ പോയി ചോദിക്കുക, അവർ പറയുന്ന പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമെങ്കിൽ അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. അങ്ങനെ ഞാനും അമേരിക്കയിലെ ഒരു തെരുവിലൂടെ ഇങ്ങനെ പോകുമ്പോൾ, റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വിൽക്കാനുള്ളൊരു ബോർഡ് ഞാൻ അവിടെ കണ്ടു. ഞാനും വന്ന് ചോദിച്ചു, വിൽക്കുന്നുണ്ടോയെന്ന്. വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എത്ര വേണമെന്ന് ചോദിച്ചു. അതിനടുത്തൊരു എമൗണ്ട് പറഞ്ഞു. അവർ സമ്മതിച്ചു. ഈ വീട് വാങ്ങിച്ചു. ആ വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് മക്കളുമായിട്ട്, അമേരിക്കയിലെ ഷിക്കാഗോ എന്ന് പറഞ്ഞ നഗരത്തിൽ. ഇനി ഈ വീട് വാങ്ങിച്ചപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ഒരു 6500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഒരു ചെറിയ മാൻഷനാണത്. പറഞ്ഞു ഇതൊക്കെ ഭയങ്കര, ജോലിക്കാരൊന്നും ഇല്ലല്ലോ, ജോലിക്കാരൊന്നും ഇല്ലാതെ ജീവിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു, അതുകൊണ്ട് വലിയതായി. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ മടുപ്പിക്കരുത്, ഇതിവിടുത്തെ ഉള്ളൊരു ചെറിയ താക്കോല് മാത്രമാണ്, വലിയൊരു മാൻഷൻ വാങ്ങാനുള്ളൊരു താക്കോല് മാത്രമാണ്. ഇനി അതിനുവേണ്ടിയാണ് പണിയെടുക്കുന്നത്. എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായാൽ അന്നത് മറന്നേക്കുക, അടുത്തതിൻ്റെ പുറകെ പോവുക. വീട്ടിലുള്ള ഭാര്യയുടെയോ ഭർത്താവിൻ്റെ കാര്യത്തിൽ മാത്രം അതിന് ശ്രമിക്കരുത്, ബാക്കി എല്ലാത്തിനും ശ്രമിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക. ഞാൻ US നിൽക്കുന്ന സമയത്ത് 18 മാസം എൻ്റെ ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗ് സമയത്ത് അവിടെ നിൽക്കേണ്ടി വന്നു. എൻ്റെ ഒരു ഡയമണ്ട് ലീഡർ അന്ന് എന്നെ കാണാൻ വേണ്ടി വന്ന സമയത്ത് സതീന്ദ്ര ഡാബറ, ഹരിയാനക്കാരനാണ്. ആൾ ഫാമിലിയോടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പം എടുത്തൊരു ഫോട്ടോയാണത്. പിന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ച ആരംഭിക്കുന്നത് നടന്നുകൊണ്ടാണ്. ഡെയിലി 25-30 കിലോമീറ്റർ നടന്നിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തിട്ടുള്ളത്. അഡ്വക്കേറ്റ് ആന്റണി സാറിന് അറിയാം, ഞാൻ നടന്ന് ബിസിനസ് ചെയ്യുന്ന കാലത്ത് സാർ എന്നെ കണ്ടിട്ടുണ്ട്. സാറിൻ്റെ ജ്യോതി പാലത്തിനടുത്തുള്ള ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ആ ട്യൂഷൻ സെൻറ്ററിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് എൻ്റെ വൈഫ് സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അവിടെ ഞാൻ ചെന്ന് കയറുന്നതൊക്കെ നടന്നാണ്. ഒരു ഹരിഹരൻ സാറിൻ്റെ ഒരു കൈനറ്റിക് ഹോണയുടെ പുറകിലിരുന്നിട്ടാണ് ഞാൻ റൈബാൻ്റെ ഒരു റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിങ്ങനെ പോകുന്നത്. അപ്പോൾ ആളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ആൾ പറഞ്ഞു, അഡ്വക്കേറ്റ് ആൻ്റണി സാർ, അന്ന് അഡ്വക്കേറ്റ് അല്ല സാറ്, അന്ന് അവിടെ ആൻ്റണി സാറുണ്ട്, ആൻ്റണി സാർ ഇവിടെ പഠിപ്പിക്കുന്നതാണ്, ടീച്ചറാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം കയറിയത് ഒരുപാട് നല്ല ശിഷ്യന്മാരുണ്ടായിരിക്കും, പെട്ടെന്ന് ബിസിനസ് കിട്ടുമെന്ന് വിചാരിച്ചു. അതങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പം അങ്ങനെ ഞാൻ ഉടനെ തന്നെ, എന്നാൽ പിന്നെ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് കാണാം. ഞാൻ പറഞ്ഞു, സാറിൻ്റെ കയ്യിൽ വണ്ടിയുണ്ടോ? വണ്ടിയുണ്ടല്ലോ, ഇന്നതാ പോയേക്കാം.
അപ്പം തന്നെ ഇറങ്ങി പോവാണ്. നാളത്തേക്കൊന്നും വെക്കരുത്. കബീർദാസ് പറഞ്ഞ അടുത്തൊരു ദോഹയാണ്, കൽ കരേസോ ആജ് കരേസോ അബ് പൽപ്രെ പ്രളയ ഹോയകി ബഹുരി കരേ കബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പം ചെയ്യുക, ഇന്ന് ചെയ്യുക. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ സെക്കൻഡിൽ ചെയ്യുക. കാരണം ഒരു സെക്കൻഡ് കൊണ്ട് വലിയ പ്രളയം വന്ന് ലോകം മുഴുവൻ നശിച്ചു പോയാൽ നീ പിന്നെ എപ്പോൾ ചെയ്യാനാണ്? ഇറ്റ്സ് എ വെരി ബിഗ് വൺ. അപ്പം അതുകൊണ്ട് അങ്ങനെ അന്ന് പോയപ്പോൾ എനിക്ക് വഴിയിൽ വീണ് കിട്ടിയ ഒരു ഡയമണ്ടാണ്, വെറും ഒരു ഡയമണ്ട് അല്ല, ക്രൗൺ ഡയമണ്ട് ആയിരുന്നു അഡ്വക്കേറ്റ് ആന്റണി സാറ്. അതുപോലെ സുനിൽ ബാബു സാർ, അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. സുനിൽ ബാബു സാർ ഇവിടെ ഉണ്ടോ? എത്തിയിട്ടുണ്ടോ സുനിൽ ബാബു സാർ? ഉണ്ട്, ബാക്കിലുണ്ടാവും. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള പല ആൾക്കാരെയും പരിചയപ്പെടാൻ കിട്ടിയ സാധ്യതയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ ബിസിനസ്സിലൂടെ ഇന്ന് നമ്മൾ കാണുന്ന ക്രൗൺ ഡയമണ്ട്ഷിപ്പ് പൊസിഷൻ എത്തിയ വ്യക്തിയാണ് അഡ്വക്കേറ്റ് ആന്റണി സാർ. അതുകൊണ്ടാണ് ഞാൻ ആളെ പേരെടുത്ത് പറഞ്ഞത്. അതേപോലെ വേറൊരു ക്രൗൺ ഡയമണ്ടാണ് സുനിൽ ബാബു സാറ്. അവരൊക്കെ കുറച്ച് കാല സമയത്ത് ഡയറക്റ്റ് സെല്ലിങ് 2012-13 സമയത്ത് ഒരു ചെറിയൊരു പ്രതിസന്ധി വന്ന കാലഘട്ടങ്ങളിൽ പല മേഖലകളിലേക്ക്, ട്രഡീഷണൽ മേഖലയിലേക്കൊക്കെ തിരിഞ്ഞു പോയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ബിസിനസ്സിൻ്റെ ഒരു വൈറസ് ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. സാർ ഇപ്പോൾ ഒരു പുതിയ DTC അല്ലെങ്കിൽ ZTC ലീഡർ ആയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. സാറ് ദുബായിൽ പോലും ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ വന്നിരുന്നു. ഞാൻ സാറിനെ ആക്സെപ്റ്റും ചെയ്തു. കാരണം ഐ ആം ഷുവർ അബൌട്ട് ഹി വിൽ അച്ചീവ് ഗ്രേറ്റ് തിങ്സ് ആൻഡ് ബിഗർ തിങ്സ്. ഐ ആം ഷുവർ അബൌട്ട് ഇറ്റ്. ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിതിൻ്റെ വാല്യൂ മനസ്സിലാക്കണം. സാറിൻ്റെ വീട് ആലപ്പുഴയിലാണ്. ഞാൻ പറഞ്ഞ സുനിൽ ബാബു സാറിൻ്റെ വീട് എറണാകുളത്താണ്. അവരൊക്കെ ഇവിടെ നിന്ന് ട്രെയിനിങ് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഏറ്റവും നല്ല ട്രെയിനേഴ്സായിട്ട് അറിയപ്പെട്ടിരുന്ന ആൾക്കാരാണ്. 5000-ൻ്റെ 6000 സ്ക്വയർ ഫീറ്റിനൊക്കെ വീടൊക്കെ വെച്ച് മെർസിഡീസ് ബെൻസൊക്കെ 1ഉം 2ഉം ഒക്കെ എടുത്ത് ഒരു പ്രീമിയം SUV കാറും ഒക്കെ എടുത്ത് ഉപയോഗിച്ചിരുന്ന ആളുകളാണ് ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ. പക്ഷേ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ സാധ്യത, ഇതിലൂടെ മറ്റുള്ളവർക്കുണ്ടാകുന്ന വിജയം, ഇതൊക്കെ കണ്ടപ്പോൾ ഇതാണ് യഥാർത്ഥ മനസ്സിനുണ്ടാകുന്ന ഒരു സംതൃപ്തി. ആ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാനും സാറും ഒക്കെ ഇന്ന് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ബ്രദറും ഇതുപോലെ ട്രഡീഷണൽ ബിസിനസ് മേഖലയിലായിരുന്നു. ഒരുപാട് തുക മുടക്കി അവരൊക്കെ സംസാരിക്കുമ്പോൾ ആ കാര്യങ്ങൾ പറയും. അന്നി സാറിന് സംസാരിക്കാനുള്ള ചാൻസ് ഇന്നിവിടെ കിട്ടാനില്ല. പക്ഷെ ഞാൻ പറയുന്നത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എത്ര സ്ട്രഗിൾസ് വന്നാലും എന്ത് സിറ്റുവേഷൻ വന്നാലും അതൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കരുത്. ആകാശം പൊട്ടി വീണാലും ശരി, നദി ഒഴുകും വഴി മാറിയാലും ശരി, എന്തു വന്നാലും ശരി, മുന്നോട്ടൊരു കാല് വെച്ചാൽ പുറകോട്ട് കാലെടുക്കാൻ പാടില്ല. നിങ്ങൾ വിജയിക്കുമെന്നൊരു വിശ്വാസവും തോന്നലും ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ തോന്നൽ തന്ന, ആ വിശ്വാസം തന്ന സർവ്വലോക രക്ഷിതാവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോവുക. നിങ്ങൾ സ്വപ്നം കണ്ടതിൻ്റെ 1000 മടങ്ങുള്ള വിളർച്ച നിങ്ങൾക്ക് തരും. അതാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഞാൻ നടന്നു ചെയ്യുന്ന സമയത്തൊക്കെ ചില സമയത്ത് ഭക്ഷണം കഴിക്കാൻ കയ്യിൽ പൈസയില്ല. ആളുകളുടെ ബിസിനസ്സിൻ്റെ പൈസ എൻ്റെ ബാഗിൽ 2 ലക്ഷം 3 ലക്ഷം രൂപയുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയാം, നമ്മുടെ ടീമിൽ വരുന്ന ആളുകളുടെ പർച്ചേസിങ്ങിൻ്റെ എമൗണ്ട് 1 രൂപ പോലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് നോട്ട് അവർ മണി. ഞാനത് ബാഗിൻ്റെ അടിയിൽ ഭംഗിയായിട്ട് അടുക്കി വെച്ച്, അടിയിലൊരു തടിപ്പീസും അതിൻ്റെ മുകളിലൊരു ചെറിയ പ്ലൈവുഡിൻ്റെ പീസും വെച്ച്, അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വിട്ട് അതിൻ്റെ മുകളിലാണ് എൻ്റെ സാധനങ്ങൾ വെക്കുക. ആ പൈസ ഞാൻ തൊടില്ല. അങ്ങനെ 20-30 കിലോമീറ്ററൊക്കെ നടന്ന് ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ട്. 2-3 ദിവസം പട്ടിണി ഇരുന്നായിട്ട് എനിക്കറിയാം. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ആ കാലത്തൊക്കെ ഞാനത് പറഞ്ഞ ആരും എൻ്റെ കൂടെ നിൽക്കില്ല. യു ആർ ഗെറ്റിംഗ് മൈ പോയിന്റ് ഓർ നോട്ട്? ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവർ മര്യാദയുടെ പേരിൽ ചായയും ബിസ്ക്കറ്റ് പാക്കറ്റും കൊണ്ടുവെക്കും. അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രീമിയം ബിസ്ക്കറ്റാണ് ഗുഡ് ഡേ. അത് കണ്ടാൽ വായി കപ്പലോടും. ടൈഗർ ഗ്ലൂക്കോസ്, വില കുറഞ്ഞ ബിസ്ക്കറ്റ്. എന്നാൽ അതെങ്കിലും കിട്ടിയിരുന്നെങ്കിലും ആഗ്രഹിച്ചൊരു കാലമൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നിട്ട് കൂടിയും 25, 30, 40 കിലോമീറ്ററൊക്കെ നടന്ന് ബിസിനസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത് ഇന്ന് കാണുന്ന ക്രൗൺ ഡയമണ്ട് മുബീൻ മുഹമ്മദിനെ അല്ല, അന്നുണ്ടായിരുന്നൊരു മുബീൻ മുഹമ്മദിനെ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ നാളെ നിങ്ങളും ക്രൗൺ ഡയമണ്ട് ആകും. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. ഈ ബൈക്കൊക്കെ വാങ്ങിയ സമയത്ത് ആലപ്പുഴയിലെ ബ്രദേഴ്സ് ഹോട്ടലിൽ വെച്ച് അന്ന് സ്വാഗതം പറഞ്ഞത് ഇവിടേക്ക് തങ്കച്ച സാറാണ്. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. അവിടെ ഒരു പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിരുന്നു. എന്തായിരുന്നു അറിയാം പോസ്റ്റർ? 2 വീലർ അച്ചീവ് ചെയ്ത മുബീൻ മുഹമ്മദിന് സ്വാഗതം, TVS വിക്ടർ. അഡ്വക്കേറ്റ് ആന്റണി സാറൊക്കെ അന്ന് ആ സമയത്ത് വിക്ടർ ബൈക്കാണ് ആദ്യമായിട്ട് വാങ്ങിയത്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ തുടക്കം. ഞാൻ പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് പതുക്കെയാണ് വളർച്ച ഉണ്ടായത്. പിന്നീട് ഒരു കാറ് വന്നു, ഒരു ടാറ്റ ഇൻഡിക്ക, സ്കോഡ ഒക്ടാവിയ, ഇന്നോവ.
ഈ മാറ്റങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് പറയുന്നെങ്കിലും ഒരുപാട് കാലഘട്ടങ്ങൾ കഴിഞ്ഞാണ് സമയോചിതമായിട്ടാണ് മാറ്റങ്ങൾ വന്നത്. ഇൻ ബിറ്റ്വീൻ കാണിക്കാത്ത പല കാറുണ്ട്, ടൊയോട്ട കൊറോള, ഇതൊക്കെ ആ സമയത്ത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ 27 വയസ്സ് കഴിഞ്ഞ് 28ാമത്തെ വയസ്സിൽ വരുന്നതിന് മുമ്പ് സെൽഫ് ഏൺഡ് മണി കൊണ്ട് BMW 5 സീരീസിൻ്റെ ടോപ്പ് മോഡൽ ടോട്ടലി ഇമ്പോർട്ടഡ് ഫ്രം ജർമ്മനി അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതെൻ്റെ വീട്ടിൽ കിടപ്പുണ്ട്. ഇതിനിടയ്ക്ക് പല പല വാഹനങ്ങൾ മാറി ഉപയോഗിച്ചിട്ടുണ്ട്. ദുബായിൽ ഈ ബിസിനസ്സിന് ഡെവലപ്മെൻറ്റുമായി പോയി അവിടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അടുത്ത് അന്ന് വീട്ടിൽ പഞ്ചസാര തീർന്നാൽ 1 കിലോ പഞ്ചസാര വാങ്ങി വരുന്നത് പോലെ ടൊയോട്ടയുടെ ഫോർച്യൂണർ മോഡൽ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഈ ബിസിനസ് എനിക്ക് തന്നിട്ടുണ്ട്. പട്ടിണി കിടന്നവനാണെന്ന് മറക്കരുത്, അത് മാത്രമേ ഉള്ളൂ. ഞാനിന്ന് താമസിക്കുന്നത് അതിസമ്പന്നർ മാത്രം താമസിക്കുന്ന എറണാകുളത്ത് ഒരു സൂപ്പർ ലക്ഷറി പ്രീമിയം വില്ലയിലാണ്. അതിൻ്റെ മുമ്പിൽ വെച്ച് ഭ്രമരം പ്രോഗ്രാമിൽ എൻ്റെ കൂടെ സോമകുമാർ സാർ ഉൾപ്പെടെ, പ്രസാദ് സാർ ഉൾപ്പെടെ നിരവധി ലീഡേഴ്സ്, അനൂപ് സാർ, അനീസ് സാർ, ബെല്ലി സാർ, ശൈലേഷ് സാർ തുടങ്ങി 100 ആൾക്കാർ, സുനിലാൽ സാറായിരുന്നു അന്ന് എടുത്ത് ഏറ്റവും ചെറിയ അച്ചീവർ, ഫോർഡ് എക്കോസ്പോർട്ട്, ജീപ്പ് കോമ്പസിൽ വിനോദ് സാറ്, ഒരു ഫോർഡിൻ്റെ എൻഡേവറും, അങ്ങനെ പല പല കാറുകളൊക്കെ മാറി അവിടെ കയറിയിട്ടുണ്ട്. അങ്ങനെ 100 അച്ചീവേഴ്സ് പുതിയ കാർ എടുത്തപ്പോൾ എനിക്കൊരു മെർസിഡീസിൻ്റെ GLS കാർ വന്നു. ഇന്ന് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 1,60,00,000 രൂപയുണ്ട്. ഒരു സൈക്കിൾ പോലും ഇല്ലാത്തവൻ്റെ മാറ്റമാണ് പറയുന്നത്. ഈ ഫോട്ടോ ഞാനെടുത്തതല്ല, ഫോട്ടോഗ്രാഫർ എടുത്തതാണ്. അപ്പം വൈഫും പിള്ളേരും അപ്പുറം നിൽപ്പുണ്ട്. അവർ പറഞ്ഞു ഞങ്ങളും കൂടെ നിൽക്കട്ടെ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. മുഖം വളിച്ചു പോയി, എൻ്റെ അല്ല അവരുടെ. അപ്പോൾ അവർ പറഞ്ഞു അതെന്താണ്, മുമ്പിൽ നിന്ന് നിന്നപ്പോൾ ഞങ്ങളുണ്ടായിരുന്നല്ലോ എന്ന്. ഞാൻ പറഞ്ഞു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഞാനാണെന്ന് നാട്ടുകാരറിഞ്ഞോട്ടെ. അതുകൊണ്ട് നിങ്ങൾ മുമ്പിൽ മാത്രം നിന്നാൽ മതി, പുറകിൽ നമ്മൾ നിന്നോളാം. അപ്പം ഞാൻ ഒരു കാലമൊക്കെ ഇങ്ങനെ എടുത്ത് സ്റ്റൈലായിട്ടൊക്കെ വെച്ചിങ്ങനെ ഉള്ള വയറൊക്കെ അകത്തോട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് എനിവേ ഞാൻ പറയത്ര മാത്രമേ ഉള്ളൂ. പിന്നീട് ഐ എം വെരി ഹാപ്പി ടു അനൗൺസ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ആദ്യമായി മോട്ടോർ ഹോം സ്വന്തമാക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിലൂടെ. ഇതൊക്കെ ഒരു തുടക്കമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഈ കാറിൽ, ഈ വണ്ടിയിൽ, കാറെന്ന് പറഞ്ഞാൽ ഇതൊരു ബസ്സാണ് മെർസിഡീസിൻ്റെ. ഇതിൽ ഓൾ ഓവർ ഇന്ത്യ ഞാനും വൈഫും മക്കളൊക്കെ 2 പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്, ഓൾ ഓവർ ഇന്ത്യ. ഇപ്പം കാറ് ബസ് ഓടിപ്പോവും, ഞാൻ ഫ്ലൈറ്റിൽ പോവും. എന്നിട്ട് പ്രോഗ്രാമിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്ത് കയറും, അവിടം വരെ പോകും. ഇതൊക്കെ എടുത്തത് ഈ ബിസിനസ്സിനല്ലേ അല്ലേ? അപ്പം അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പോകുന്നത്. എനിവേ കാലം മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് മെർസിഡീസ് ഇലക്ട്രിക് കാർ ഇറക്കി, EQS. ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള കാറാണ്. സോമൻ സാറിനൊക്കെ അറിയാം. അതിൻ്റെ ഒരു ഫംഗ്ഷൻ നടന്നത് ലേമറിഡിയൻ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു. അവിടെ വെച്ച് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ EQS ഡെലിവറി ഇവിടുത്തെ ഫിലിം സ്റ്റാർസിനൊന്നും അല്ല കിട്ടിയത്, മൈ ലൈഫ് സ്റ്റൈലിലെ അന്ന് റോയൽ ഡയമണ്ട് ആയിരുന്ന മുബീൻ മുഹമ്മദിനാണ് കിട്ടിയത്. ഐ എം വെരി ഹാപ്പി ടു ടെൽ യു, US ചെന്ന് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി അവിടെ വണ്ടി ഓടിക്കാൻ തുടങ്ങി അന്ന് തന്നെ ഞാൻ മേടിച്ചത് GLSൻ്റെ ഒരു 550 എന്ന് പറഞ്ഞൊരു മോഡൽ കാറാണ്. എൻ്റെ മോൾക്ക് 16 വയസ്സുള്ളപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അവളിപ്പോൾ സ്കൂളിൽ പോകുന്ന ഈ കാറിന്. ഉറക്കം എഴുന്നേക്കാൻ കൈയടിക്കുക. ശക്തമായി കൈയടിക്കുക. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മളാക്കിയത് നമ്മുടെ പാരൻസാണ്. കറക്റ്റ് ഓർ നോട്ട്? അവരെന്തെല്ലാം ത്യാഗം ചെയ്തിട്ടുണ്ട്. അവരുടുക്കാതെ നമ്മളെ ഊട്ടിയിട്ടുണ്ട്. അവർ ഉണ്ണാതെ നമ്മളെ ഊട്ടിച്ചിട്ടുണ്ട്. കറക്റ്റ് ഓർ നോട്ട്? അവർക്ക് കിട്ടാത്തത് എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് തന്നിട്ട്, വെച്ച ആഹാരം മുഴുവൻ നമുക്ക് വിളമ്പി തന്നിട്ട്, എൻ്റെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞൊരു സൈഡിൽ മാറി എന്ന് വിശപ്പിനെ ഓർത്ത് ചിന്തിച്ചവരുണ്ട്. കറക്റ്റ് ഓർ നോട്ട്? അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ തിരിച്ചു ചെയ്യണ്ടേ? ചെയ്യണോ വേണ്ടയോ? ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ, പല പല രാജ്യങ്ങളിൽ അവരെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്. ഈ ഫോട്ടോസൊക്കെയാണ് എൻ്റെ വിജയം. അത് ഞാൻ എന്നും കാണിക്കും, വേറെ ഒരു ഫോട്ടോ കാണിച്ചില്ലെങ്കിലും കാണിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങിൻ്റെ പടം കാണിച്ചിട്ടില്ല, അതിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടാണ് പറഞ്ഞത് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്, ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഫോട്ടോ എടുത്തത്. അതുപോലെ ഇത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹോട്ടലാണ് എന്ന് പറഞ്ഞ് അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തി അവരെ അവിടെ നിർത്തിയിട്ടാണ് ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ നല്ല നല്ല സ്ഥലങ്ങൾ. അതുപോലെ എൻ്റെ വൈഫിൻ്റെ ഫാദറിനെയും മദറിനെയും ഒക്കെ, കാരണം കല്യാണം കഴിക്കുമ്പോൾ 2
ശരീരവും ഒരേ ആത്മാവുമായി മാറണമെന്നാണ് പറയുന്നത്. എൻ്റെ ഫാദറിനും മദറിനും മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ പോരാ, എൻ്റെ കൂടെ ഒരു യാത്ര തുടങ്ങിയ ആളുടെ ഫാദറിനും മദറിനും ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഒരുമിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫോട്ടോസാണ് ഇതൊക്കെ ശക്തമായ കയ്യടി വേണം. ഈ കഴിഞ്ഞ 2023 ജൂൺ മാസം 14-ാം തീയതിയാണ് എൻ്റെ ഫാദർ മരണപ്പെട്ടത്. അതിനുമുമ്പ് ഒരു 4-5 വർഷത്തോളം എൻ്റെ മദറിനും എങ്ങും പോകാൻ പറ്റിയിട്ടില്ല. ആൾ ഓൾമോസ്റ്റ് കിടപ്പിലായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയാണെങ്കിൽ എപ്പോഴും യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ ഉമ്മ. അപ്പം അതുകൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഈ കഴിഞ്ഞ സമയം ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആളുമായിട്ട് ഒരു 1 വീക്ക് ഓൾമോസ്റ്റ് ഞാൻ ശ്രീലങ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ആൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ അവിടുത്തെ ഒരു താജ് ഹോട്ടലിലെ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രസിഡൻഷ്യൽ സ്യൂട്ട്, അത് ലോകത്തിലെ നേതാക്കന്മാർ മാത്രം പോയാലേ ഓപ്പൺ ചെയ്ത് കൊടുക്കാറുള്ളൂ. ഞാൻ മൈ ലൈഫ് സ്റ്റൈലിലെ നേതാവായതുകൊണ്ട് എനിക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് തന്നു. അവിടെ വെച്ചെടുത്ത ഫോട്ടോസൊക്കെയാണ്. ഇതിന് കോടികളുടെ വിലയുണ്ട്. എൻ്റെ ഫാദറിനും മദറിനും ഒക്കെ ഹജ്ജിന് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. അവരോടൊപ്പം ആ ഹജ്ജ് പോകാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാനും ബ്രദറും ഒക്കെ ഒരുമിച്ചാണ് പോയത്. ബ്രദർ ഫോട്ടോയിലില്ല, പുള്ളിയാണ് ഫോട്ടോ എടുത്തത്. അങ്ങനെയാണല്ലോ വിളമ്പിക്കൊടുക്കുന്നതിന് ഒരിക്കലും ഊണ് കിട്ടാറില്ലല്ലോ. അപ്പം ഞാൻ പറയും ഇത്ര മാത്രമേ ഉള്ളൂ, ആളുണ്ട്, നിങ്ങളെ കണ്ണിൽ കാണാൻ കഴിയും ഒരു പക്ഷേ. അതുപോലെ തന്നെ എൻ്റെ മക്കളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ 1-1.5 വയസ്സുള്ളപ്പോൾ 5 രാജ്യങ്ങൾ കണ്ടു കഴിഞ്ഞു, 2 കോണ്ടിനെൻ്റൽ കണ്ടു. ഈ ഫോട്ടോ എടുത്ത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ്. പുറകിൽ പെൻഗ്വിനെ കാണാൻ പറ്റും, പെൻഗ്വിൻസ്. ലോകമഹാത്ഭുതങ്ങളൊക്കെ പടത്തിലും ടി വിയിലുമല്ല, നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. താജ്മഹൽ മുതൽ തുടങ്ങി ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ലക്ഷൂറിയസ് ഹോട്ടൽസ്, ഐഫൽ ടവർ, ലോകത്തിലെ ഏറ്റവും മുന്തിയ ഹോട്ടൽ. ഞാൻ ഈ ഹോട്ടലിൽ താമസിച്ചത് 2.5 ലക്ഷം രൂപ പേ ചെയ്യേണ്ട മുറിയായിരുന്നു. ബാക്കി എൻ്റെ കഴിവുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അതെൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയത്. ഒറ്റ മാർബിളിൽ കൊത്തിയെടുത്ത ബെഡാണത്, സിംഗിൾ മാർബിൾ, അതും വൈറ്റ് മക്രാണ. ജയ്പൂരിലാണ് ഈ ഹോട്ടൽ. അതിൻ്റെ ഹോട്ടലിൻ്റെ റൂമിൻ്റെ പേര് മഹാറാണ സ്യൂട്ട് എന്നാണ്. ആ സ്യൂട്ടിലൊക്കെ താമസിക്കണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നന് മാത്രമേ പറ്റുള്ളൂ. ഞാനും അവിടെ കയറാൻ പറ്റിയതും ഈ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ ഒരു അച്ചീവർ ആയതുകൊണ്ട് മാത്രമാണ്. ചൈന വൻമതിലിൻ്റെ മുകളിൽ പോയി ഇന്ന് ഫാമിലിയായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മൂവിങ് ട്രെയിൻ അന്ന് ചൈനയിലായിരുന്നുണ്ടായിരുന്നത്. ഷാങ്ഹായ് സിറ്റിയിൽ നിന്ന് ഷാങ്ഹായ് എയർപോർട്ടിലേക്ക് പോകുന്നത് അന്ന് 433 km/h. മാഗ്ലി എന്നാണ് അതിൻ്റെ പേര്. മാഗ്നറ്റിക് ഡിട്രാക്ഷൻ കൊണ്ട് പാലത്തിൻ്റെ മുകളിൽ 1 ഇഞ്ച് പൊക്കത്തിൽ പറക്കുന്ന ട്രെയിൻ. അതിനകത്ത് പറന്നപ്പോൾ ഞാനെടുത്ത ഫോട്ടോയാണ്. അവിടെ പോയിട്ട് അവിടുത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഉയരത്തിലുള്ള ഗ്ലാസ് ഫ്ലോറുള്ള ബിൽഡിംഗ്. അവിടെയൊക്കെ നടക്കുമ്പോൾ ആൾക്കാർക്ക് തല ഇറങ്ങുമായിരുന്നു. ആ സമയത്ത് ഞാനും മക്കളും ഒക്കെ, എൻ്റെ ഇളയ മോളാണ് അവിടെ കിടക്കുന്നത്, അവളൊക്കെ ഇപ്പം വലുതായി, ഇപ്പം കാണിച്ച് എന്നെ ഇടിക്കും. അതുപോലുള്ള സിറ്റുവേഷനൊക്കെ. എനിവേ ഞാൻ പറയുന്നത് ആ സമയത്ത് ഞങ്ങളെടുത്ത ഫോട്ടോ ആണത്. അതുപോലെ ദുബായിലെ ഫ്രെയിം, അത് പണി നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ പോകുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട്. പണി നടന്ന് കഴിഞ്ഞിട്ടും പോയിട്ടുണ്ട്. നടന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കയറി നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഫോട്ടോയിൽ ഇട്ടേക്കുന്നത്. ആദ്യത്തേത് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ആരും ഒന്നും കാണില്ല. രണ്ടാമത്തേത് കമ്മിറ്റ്മെൻറ്റോടുകൂടി അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ, മൂന്നാമത് ഫിനാൻഷ്യൽ ഫ്രീഡവും സമയ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷമുള്ളത്. ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തതാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും നല്ല അമ്യൂസ്മെൻറ്റ് പാർക്കിലായിട്ടുള്ള ഫെരാരി വേൾഡ്, ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടി. എൻ്റെ വൈഫിൻ്റെ ഒരു സ്വപ്നമായിരുന്നു മൗറീഷ്യസ് പോകണം. മൗറീഷ്യസിൽ പോലുള്ള ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോയി ലോകത്ത് ഒരുപാട് ചരിത്രങ്ങൾ ഇറങ്ങുന്ന ഭൂമികൾ. അസ്ഹാബുൽ കഹഫ് എന്ന് പറയുന്ന ആ ഒരു ഗുഹ അല്ലേ, ആ കഹഫ് ചാപ്റ്ററിൽ പറയുന്ന ഗുഹ, ആ ഗുഹയൊക്കെ നേരിട്ട് അതുള്ളത് ഇന്നത്തെ ജോർദാനിലാണുള്ളത്. ആ പള്ളിയുടെ താഴെ അത് പോയി കണ്ടിട്ടുണ്ട്, അവർ ഉറങ്ങിക്കിടന്ന ഗുഹ. അതുപോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് മോസസിൻ്റെ കാലത്ത്, ജീസസിൻ്റെയൊക്കെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ നഗരം തന്നെ ഒരായുധങ്ങളില്ലാതെ, സിമെൻ്റ് ഇല്ലാതെ, ടൂൾസ് ഇല്ലാതെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അവർ. അതൊക്കെ കണ്ടപ്പോഴാണ് നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള തോന്നലുണ്ടായത്. അത് കണ്ടു തീർക്കണമെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച വേണം സമയം, അത്രയും വലുതാണ്. എല്ലാ വീട്ടിലും മോട്ടറില്ലാതെ വെള്ളം വരും. ടെക്നോളജി, നാച്ചുറൽ വാട്ടർ. അതുപോലെ പഴയ പേർഷ്യൻ സിറ്റികൾ, ഇതൊക്കെ പോയി കണ്ടു. ഇത് പുതിയ ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. ഒരു ടൂൾസ് പോലും ഇല്ലാതെ പാറയിൽ കൊത്തിയെടുത്തിട്ടുള്ള ബിൽഡിങ്ങാണ്. ഇതൊക്കെ സാധിച്ചത് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ അച്ചീവർ ആയതുകൊണ്ടാണ്. റോയൽ കരീബിയൻ ക്രൂസിൽ 15 ദിവസം യൂറോപ്പ് മുഴുവൻ കറങ്ങാനുള്ള അവസരം കിട്ടി. അവിടെ കൂടെ പരിചയപ്പെട്ട സഹയാത്രികരൊക്കെ തന്നെ ലോകത്തിൽ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കയറാൻ നിവൃത്തിയില്ലാതെ ഓർഡിനറി ബസ് നോക്കിയിട്ട് 1.5 മണിക്കൂറൊക്കെ നിന്ന് അനുഭവം എനിക്കുണ്ട്. ചങ്ങനാശ്ശേരി ടു ആലപ്പുഴ, ചങ്ങനാശ്ശേരി ടു പത്തനംതിട്ട, ചങ്ങനാശ്ശേരി ടു മല്ലപ്പള്ളി, ചങ്ങനാശ്ശേരി ടു കോട്ടയം, ഈ റൂട്ടിലൊക്കെ ഞാൻ പോയി ബസ്സിൽ നിന്നിട്ടുണ്ട് 1.5 മണിക്കൂർ. സൂപ്പർ ഫാസ്റ്റ് വരും കയറത്തില്ല, എക്സ്പ്രസ് വരും കയറില്ല, അതൊക്കെ പോട്ട് ഫാസ്റ്റ് പാസഞ്ചർ വന്നാൽ പോലും കയറില്ല. ഇതൊക്കെ പൈസയുള്ളവർക്കുള്ളത് എന്ന് പറഞ്ഞ് 2 മണിക്കൂർ നേരത്തെ അങ്ങ് എത്തിയേക്കും. അന്ന് ഞങ്ങൾ പറയുന്ന പേര് ഓർഡിനറി അല്ല, ഓർഡിനാറി ബസ് അല്ലേ.
എല്ലാം കൂടെ ഓടിക്കഴിഞ്ഞ് നാറുന്ന ബസ്സാണ് ഓർഡിനറി എന്ന് പറഞ്ഞ് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി ഇടുന്നത്. അങ്ങനെയല്ലേ ഇടാൻ പറ്റുള്ളൂ അല്ലേ? അതാകുമ്പോൾ അധികം നേരം പോകണ്ടല്ലോ, പെട്ടെന്ന് ഇവിടെ നിർത്തിയെത്തിയാലേ പോകാൻ പറ്റുള്ളൂ. എനിവേ ഞാൻ തമാശയ്ക്ക് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു അവസരത്തിലേക്ക് ദൈവം മാറ്റിയത് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ പവറാണ്. നാട്ടിൽ ജൂൺ മാസത്തിൽ എല്ലാവരും ജൂൺ മാസത്തിൽ ചൂട് കൊണ്ട് ഒരുങ്ങുമ്പോൾ ഞങ്ങൾ -6 ഡിഗ്രി ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് എൻജോയ് ചെയ്യുമായിരുന്നു ഓസ്ട്രിയയിൽ. ഇത് റോമിലെ കൊളോസിയത്തിൻ്റെ മുമ്പിൽ വെച്ചെടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. ഇറ്റലിയിലെ ചെരിഞ്ഞ ഗോപുരം, പിസയിലുള്ള ആ ഒരു ചെരിഞ്ഞ ഗോപുരം, ഇവിടെയൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. ഓസ്ട്രിയയിലെ വിയന്ന സിറ്റി, മോണ്ടെനെഗ്രോ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും സ്മോളസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ കൺട്രി, അതുപോലെ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ സിറ്റി. അതുപോലെ തന്നെ ഇത് സ്വിറ്റ്സർലൻഡിലെ ജുങ്ഫ്രാവ് മൗണ്ടൻസിലുള്ള ഫോട്ടോസാണ്. ഡിസ്നി ലാൻഡ് ഇൻ പാരീസ്. ഇതൊക്കെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഞാൻ സെലക്ട് ചെയ്യപ്പെട്ട ഫോട്ടോസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് പോവുക. ഫാമിലിയോടൊപ്പം ഐഫൽ ടവറും അമേരിക്കയിലെ ഗ്രാൻഡ് കാനിയോണും അതുപോലെ തന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ക്യാപിറ്റോൾ ബിൽഡിങ്, നയാഗ്ര വാട്ടർഫോൾസ്, ഇതെല്ലാം കാണാൻ പറ്റിയത് ഈ ബിസിനസ്സിൽ വന്നതുകൊണ്ട് മാത്രമാണ്. ഈ ഫോട്ടോ എടുത്തു പറയാം. ഇതെടുത്ത സമയത്ത് ഞങ്ങൾ ഒരു ചെറിയൊരു ഫ്ലൈറ്റ് ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്തു, ഒരു ഹെലികോപ്റ്റർ എടുത്തു. എടുക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ വൈഫിനോടും മക്കളോടും പറഞ്ഞിരുന്നു, ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലെ ഒരെണ്ണം വാങ്ങണം. അപ്പോൾ ആദ്യത്തെ റെസ്പോൺസ് ഇതാണ്, ഇപ്പം നടന്നു തന്നെ ഒരു ബെൻസ് വാങ്ങിയ ഉടനെ ഫ്ലൈറ്റ് വാങ്ങാൻ പോകല്ലേ. ഇതൊക്കെ പുറത്തോട്ട് നമ്മൾ വിട്ടിട്ടില്ല, അതൊക്കെ ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു നാൾ നമുക്കും വരും. കിറ്റായിട്ട് പറഞ്ഞ മമ്മൂട്ടിയൊക്കെ പറഞ്ഞ പോലെ എവരി ഡോഗ് ഹാസ് എ ഡേ. അതിനുവേണ്ടി ഇൻവൈറ്റ് ചെയ്യണം, അതിനുവേണ്ടി ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളുകൾ വിദൂരത്തല്ല, ആയുസ്സും ആരോഗ്യവും സർവശക്തം തന്നാൽ അല്ലേ, നമ്മൾ പറയല്ല ആഫിയത്തും ആരോഗ്യമൊക്കെ തന്നു കഴിഞ്ഞാൽ അതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഞാൻ അവിടെ ഫോട്ടോ എടുത്തപ്പോൾ പൈലറ്റിനോടാണ് പറഞ്ഞത്, സർ കുഡ് യു പ്ലീസ് ടേക്ക് മീ ഫോട്ടോ. അത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് എടുക്കാതിരിക്കാൻ തോന്നിയില്ല, മേടിച്ച് ഓടിപ്പോൾ എടുക്കാൻ നിൽക്കുക. എടുക്കാൻ നിന്നപ്പോൾ നമ്മുടെ ഭാവമൊക്കെ മാറി, ആറ്റിറ്റ്യൂഡൊക്കെ അങ്ങ് മാറുന്നില്ല, സ്റ്റൈലായിട്ടൊക്കെ നിന്നപ്പോൾ പുള്ളി വെച്ച് എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ജോലിക്കാരന് ഇത് നിങ്ങളുടെ ഫ്ലൈറ്റുമായിട്ട് തോന്നുമല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഉള്ളി പറഞ്ഞു അങ്ങനെ ഒരു ദിവസം വരും. നമ്മൾ താങ്ക് യു സാർ, അങ്ങനെ ചിലപ്പോൾ നടന്നിരിക്കുക എന്നിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അമേരിക്കയിലെ അതിസമ്പന്നന്മാർ താമസിക്കുന്ന ബെവർലി ഹിൽസ് പോയി കണ്ടു, ലോസ് ഏഞ്ചൽസിൽ. അവരൊക്കെ വീട് കാണണമെന്ന് വലിയ ആഗ്രഹമായിട്ട് ഞാൻ ചില വീടിൻ്റെയൊക്കെ വാതിക്കെ പോയി ട്രൈ ചെയ്തു. അപ്പോൾ എന്നോട് വൈഫ് പറഞ്ഞു, നിൽക്കുക അങ്ങനെയൊന്നും ആരും കയറ്റത്തൊന്നുമില്ല. അവൾ പറഞ്ഞു ശരിയാ, എന്നെ കയറ്റിയൊന്നുമില്ല. ഞാൻ പോയി ചോദിച്ചു, കയറ്റിയാലോ? ഞാൻ പറഞ്ഞു ഐ വുഡ് ലൈക്ക് ടു സീ ദ ബംഗ്ലാവ്. അപ്പോൾ അവർ വാച്ച്മാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല, ഒത്തിരി വരുമെന്ന് ചോദിക്കും. ഞങ്ങൾക്ക് നോ പ്രോബ്ലം, ടുമോറോ ഇഫ് യു ആർ റെഡി ടു സെൽ പ്ലീസ് ടെൽ മീ, ദിസ് ഈസ് മൈ നമ്പർ. മേടിക്കാനൊന്നുമല്ല, ചുമ്മാ ഒരു ചാടയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിൽക്കത്തുമില്ല, നമുക്കോട്ട് മേടിക്കാനുള്ള നിവൃത്തിയില്ല. എന്നാൽ പോലും നമ്മുടെ ടാർഗറ്റിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എനിവേ ഇതൊക്കെ കണ്ടതുകൊണ്ടാണ് അമേരിക്കയിൽ ഒരു ചെറിയ വീടെങ്കിലും വാങ്ങിക്കാൻ പറ്റിയത്. അതുപോലെ ഓരോ ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ വെക്കേഷൻ വരുമ്പോൾ, സമ്മർ വെക്കേഷനൊക്കെ വരുമ്പോൾ അതുവരെ കഠിനമായി വർക്ക് ചെയ്യും. ഒരു ദിവസം പോലും വീട്ടിൽ അവൈലബിൾ അല്ല. വെക്കേഷൻ വന്നാൽ ബിസിനസ്സിൽ അവൈലബിൾ അല്ല, നോ ഫോൺ, ഓൺലി വിത്ത് ഫാമിലി. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് 10-65 രാജ്യങ്ങളിലധികം പോയിട്ടുണ്ട്. ലോകത്തിലെ മഹാത്ഭുതങ്ങളൊക്കെ ഓൾമോസ്റ്റ് കണ്ടു തീർത്തിട്ടുണ്ട്. എവറസ്റ്റ് മൗണ്ടൻ കണ്ടിട്ടുണ്ട്, തൊട്ടടുത്ത് പോയി. നടന്നു പോകാനുള്ള ആംബിയർ ഇല്ലാത്തതുകൊണ്ട് ഫ്ലൈറ്റ് വിളിച്ചു പോയി. അതേപോലെ സമയക്കുറവുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ദുബായിലെ ഫ്യൂച്ചർ മ്യൂസിയവും എക്സ്പോ, അതൊക്കെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ. ഇത് ന്യൂയോർക്കിലെ ലോകത്തിലെ ഏറ്റവും വലിയ ദീപാലങ്കാരം ക്രിസ്മസ് ന്യൂ ഇയർ സമയത്തുള്ളത് കാണാൻ വേണ്ടി ന്യൂയോർക്കിൽ പോയപ്പോൾ എടുത്ത ഒരു ഫോട്ടോ. ഇതൊക്കെ പറ്റിയത് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസിൻ്റെ അച്ചീവ്മെൻറ്റ് കൊണ്ട് മാത്രമാണ്. കൂടുതൽ സമയം ഞാൻ കളയുന്നില്ല. ഇതുപോലെ ഒരുപാട് നാസയുടെ ബിൽഡിങ്ങും ഇതൊക്കെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രാവൽസൊക്കെ വളരെ എന്തൂസിയാസ്റ്റിക് ആയിരുന്നു. ഫയർ മൗണ്ടൻ ഇൻ അസർബൈജാൻ, ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റി. ഇപ്പോൾ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ് ഈ സ്ഥലം, സിക്സ് ഫ്ലാഗ്. ഒരു അമീർ ഖാൻ്റെ ഒരു സിനിമയാണ്, അമീർ ഖാൻ ഇരട്ട മോഡലുള്ള സിക്സ് ഫ്ലാഗ് സിനിമയായിട്ട് കാണിക്കുന്ന ഒരു മൂവിയൊക്കെ ഉണ്ട്. 2 വേഷത്തിൽ അഭിനയിക്കുന്ന ഒരു മൂവിയുണ്ട്. അതിനകത്ത് സിക്സ് ഫ്ലാഗിൻ്റെ തുടക്കകാലഘട്ടം കാണിക്കാറുണ്ട്. അവിടെ വെച്ച് എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെയാണ്. കഴിഞ്ഞ ന്യൂ ഇയർ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത് ഫ്ലോറിഡയിലായിരുന്നു, ഡിസ്നി ലാൻഡിലാണ്. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ്. ഇതൊക്കെ ആ സമയത്തുള്ള ഫോട്ടോ, ലേറ്റസ്റ്റ് ഫോട്ടോസാണ്. ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ മുമ്പിൽ പോയിട്ട് ഓരോ ഫോട്ടോ എടുക്കുമ്പോഴും ഉള്ളുകൊണ്ട് ഇങ്ങനെ പറയും, നാളെ ഒരു ദിവസം വരും ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദുബായിൽ ഒരു ലീഡർഷിപ്പ് പ്രോഗ്രാം നടന്നിട്ടുള്ളത്. ഇതൊരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഫാമിലിയോടൊപ്പം ഒരു വെക്കേഷൻ സമയത്തുള്ള ഒരു ഫോട്ടോ ആണ്. ഐ ഡോണ്ട് വാണ്ട് ടു സ്പെൻഡ് മോർ ടൈം. അമേരിക്കയിൽ നിന്നൊക്കെ ചില സമയത്തൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴൊക്കെ ഉറങ്ങാതുള്ള പല വർക്കുകൾക്കിടയിൽ കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞ് ഈവൻ ലക്ഷൂറിയസ് ആയിട്ടുള്ള ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും ഒക്കെ പോകാനുള്ള ഇത് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റാണ്. ഇതൊക്കെ പറ്റിയത് ഈ ബിസിനസ് വന്നതുകൊണ്ടാണ്. ഇത് മാത്രമല്ല, ഞാൻ വേറെ ദുസ്വഭാവങ്ങളൊന്നുമില്ല. ബേസിക്കലി മീൻസ് ഞാൻ ദുസ്വഭാവങ്ങൾ ഉദ്ദേശിച്ചത് ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി 10 പൈസ ചിലവാക്കില്ല. ആവശ്യമുള്ളതിന് 1 കോടി ചിലവാക്കാൻ ഒരു മടി പോലും കാണിക്കത്തില്ല. എനിവേ ഞാൻ പറയുന്നത് അതുകൊണ്ട് നല്ല അസറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എറണാകുളത്തും പല സ്ഥലങ്ങളിലുമൊക്കെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഏതാണ്ട് 16 ലക്ഷം രൂപയ്ക്ക് പുറത്ത് എനിക്ക് മന്ത്ലി റെൻ്റൽ ഇൻകം കിട്ടുന്നുണ്ട്. ഇപ്പം ഇതെല്ലാം മൈ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയിട്ടുള്ള അസറ്റാണ്.
പിന്നെ നല്ല ബിസിനസ് എക്സലൻസ് അവാർഡ്, ഇവൻ മുബീൻ മുഹമ്മദ് എനിക്ക് അവിടെ ഒരു വലിയ വാഹനാപകടത്തിൽ ഇരു കൈകൾക്കും കാര്യമായ പരിക്ക് പറ്റിയത് മൂലം ഇന്ത്യൻ ആർമിയിൽ ചേരണമെന്ന സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ചങ്ങനാശ്ശേരിയിലെ നാട്ടിൻപുറത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ചെറുപ്പക്കാരൻ. ആദ്യം ചെറിയ വേതനത്തിൽ കാറ്ററിംഗ് ജോലികളും മറ്റുമായി മുന്നോട്ട് പോവുകയും അവിടെ നിന്ന് ഡയറക്ട് സെല്ലിംഗ് രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുകയും ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ റോയൽ ഡയമണ്ട് പദവിയിലെത്തി നിൽക്കുകയും സ്വന്തമായി ടീം വെലോസിറ്റി ഇന്റർനാഷണൽ എന്ന ഒരു സംരംഭം ആരംഭിച്ച് അതിലൂടെ 50 ലക്ഷത്തോളം പേർക്ക് രാജ്യമൊട്ടാകെ തൊഴിൽ നൽകി സ്വന്തമായി വരുമാനമുണ്ടാക്കാൻ പ്രാപ്തരാക്കിയ ബിസിനസ് ഐക്കൺ ദ ലെജൻഡ് മുബീൻ മുഹമ്മദ് ലൈവ് നൈറ്റ് 2022 വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത്. പിന്നെ ഈ കഴിഞ്ഞ സമയങ്ങളിൽ കുറേ അപകടങ്ങളിൽ നിന്നൊക്കെ ഞാനും രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് നടന്നൊരു അപകടത്തിൻ്റെ പിക്ചർ നിങ്ങൾക്കെല്ലാം അറിയാം. അഹമ്മദാബാദിൽ നടന്നൊരു ഫ്ലൈറ്റ് ആക്സിഡൻറ്റ്. ആ ഫ്ലൈറ്റിലിരുന്ന മുഴുവൻ ആൾക്കാരും പോയി. കറക്റ്റ് ഓർ നോട്ട്? ആ ഫ്ലൈറ്റ് വന്ന് വീണ സ്ഥലത്ത് എത്രയോ ചെറുപ്പക്കാർ MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ മരണപ്പെട്ടു പോയി. ഒരു ചെറിയൊരു അപകടം നമ്മുടെയും ജീവൻ എടുത്തുകൂടെ? അങ്ങനെ ഒരു അൺസർട്ടനിറ്റി വന്നാൽ അതിനെ അതിജയിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ടോ? ഒരിക്കൽ മഹാനായ പ്രവാചകൻ മദീനയിലെ പള്ളിയിലിരിക്കുമ്പോൾ തൻ്റെ അനുയായികളോട് ചോദിച്ചു, ലോകത്തെ ഏറ്റവും മിടുക്കനായ വ്യക്തി ആരാണെന്ന് അറിയുമോ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ദൈവത്തിൻ്റെ ദൂതരെ അങ്ങൾ തന്നെ പറഞ്ഞാലും. അപ്പം പറഞ്ഞു, സ്വന്തം മരണത്തിന് വേണ്ടി 100% തയ്യാറെടുത്തിരിക്കുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും മികച്ച ബുദ്ധിയുള്ള ആൾ. ഞാനും ഈ ഒരു സിറ്റുവേഷൻ നടന്നതിന് ശേഷം ആക്ച്വലി അതിനുള്ള പല കാര്യങ്ങളും ഞാനും ചിന്തിച്ചു, എങ്ങാനും ഞാനും പെട്ടുപോയാലോ. ആ സമയത്ത് ഞാൻ എൻ്റെ മക്കളോടൊക്കെ 16 വയസ്സേ ഉള്ളൂ എൻ്റെ ഇളയ മോള്. അവൾ ഇന്ന് അമേരിക്കയിൽ പഠിക്കാനും പോകുന്നുണ്ട്, സ്വന്തമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. അവിടെയൊക്കെ ആൾക്കാർക്കൊരു ശീലമുണ്ട്. പക്ഷേ ഇന്ത്യക്കാർ പൈസ ഉള്ളവരൊന്നും അങ്ങനെ വിടാറൊന്നുമില്ല. ഞാൻ വിട്ടു ആളെ. എന്തിനാണെന്നറിയാം? സ്വന്തം കാലം നിൽക്കണം. എൻ്റെ വൈഫിനോട് ഇന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും പരിപാടിക്ക് പോകും. ഒരു പരിപാടി ഇല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മളെ വിളിച്ച് നമ്മളെ നിയന്ത്രിക്കാൻ നോക്കും. കറക്റ്റ് ഓർ നോട്ട്? എന്തെങ്കിലും പരിപാടി കിട്ടിയാലോ? ആൻ ഐഡിൽ മൈൻഡ് ഈസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ്. കറക്റ്റ് ഓർ നോട്ട്? ഐഡിൽ മൈൻഡ് ഈസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ്. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ കാട് കയറി ചിന്തിച്ചു പോകും. അങ്ങനെ ഇരിക്കാതെ സമയം പ്രയോജനപ്പെടുത്തണം. നമ്മളില്ലെങ്കിലും നമ്മുടെ ടീമിനെ പ്രിപ്പയർ ആക്കി വെക്കണം. അതിനു വേണ്ടിയിട്ടാണ് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ചെയ്യുന്നത്. ഞാനും ഹജ്ജിലൊക്കെ പോയ സമയത്ത് 2 മേജർ അപകടങ്ങളിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തുണ്ടായ ഒരു കാഴ്ചയാണിത്. ബേസിക്കലി തിക്കിലും തിരക്കിലും പെട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ചൂടിൽ വെന്ത് മരിച്ചു. വെന്തെന്ന് പറഞ്ഞാൽ ചൂട് കൊണ്ട് കേട്ടോ, തീയിലൊന്നുമല്ല. തിക്കിലും തിരക്കിലും പെട്ട് ദൈവത്തിൻ്റെ അത്ഭുതമായ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങളൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ടതില്ല. ഞാനും നിങ്ങളും നമ്മൾ ഇന്ന് കാണില്ലായിരുന്നു. ഞാനിന്നും ഉറച്ചു വിശ്വസിക്കുന്നു, എൻ്റെ ആവശ്യം ഈ ലോകത്തിലുള്ളത് കൊണ്ടാണ് എന്നെ പല അപകടങ്ങളിൽ നിന്ന് ദൈവം രക്ഷപ്പെടുത്തിയത്. അതിനൊരു പക്ഷേ കാരണം മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ആയിരിക്കും. ഞാനിന്ന് ഏത് ലെവലിൽ നിൽക്കുന്നുണ്ടോ അതിൻ്റെ 10 ഇരട്ടിയുള്ള ഉയർച്ചയിലേക്ക് നിങ്ങളെ നയിക്കണമെന്ന ശക്തമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത്. എൻ്റെ എനർജിയിൽ 1% പോലും നിങ്ങൾ കുറവ് കാണില്ല. ഇന്ന് നിങ്ങൾ ഇരുന്ന് മടുത്താൽ പോലും ഞാനിവിടെ വൈകുന്നേരം വരെ നിന്ന് സംസാരിക്കും. എൻ്റെ ശബ്ദത്തിന് ഒരു ഇടർച്ച പോലും വരില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പല ക്ലൈമറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഭയങ്കര ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റിലും ഭയങ്കര കോൾഡായിട്ടുള്ള ക്ലൈമറ്റിലും മാറി ഒന്ന് ബിസിനസ് ചെയ്യാറുണ്ട്. പല ആൾക്കാർ യാത്രകൾ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ അടുത്ത യാത്രയ്ക്ക് പോകുന്നുണ്ടായിരിക്കും. അതൊക്കെ വലിയ ലക്ഷ്യങ്ങളും പർപ്പസും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്ന ഒരു സിമ്പിൾ ചോദ്യം എന്നോടും ആദ്യം, രണ്ടാമത് നിങ്ങളോടും. എന്തെങ്കിലുമൊക്കെ ഒരു അസന്നിഗ്ധാവസ്ഥ വന്നാൽ എന്ത് തയ്യാറെടുപ്പ് നടത്തി വെച്ചിട്ടുണ്ട്? ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മൈ ലൈഫ് സ്റ്റൈലില്ലേ? ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ പവറിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കില്ല. പക്ഷേ മൈ ലൈഫ് സ്റ്റൈലിൻ്റെ പവർ ഞാൻ പറയും തീർച്ചയായിട്ടും. മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ ഞാൻ വന്നു 2013 ഒരാൾക്ക് പോലും നഷ്ടമുണ്ടാകാതിരിക്കുക എന്ന് ഉറപ്പാക്കാനും എന്നാൽ പ്രവർത്തിക്കുന്നവർക്ക് മുഴുവൻ ലാഭമുണ്ടാക്കാനും കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ടാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആയതും നാളെ ചുരുങ്ങിയ സമയം കൊണ്ട് വേൾഡിലെ നമ്പർ 1 കമ്പനി ആകാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ വാക്കിൻ്റെ എനർജി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോ നിങ്ങൾക്കറിയില്ല. വേൾഡിലെ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ മാസം 100 കോടി രൂപ വരുമാനം മേടിക്കാനുള്ള സാധ്യത ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലുണ്ട്. ആ ഒരു സാധ്യത ഡയറക്റ്റ് സെല്ലിംഗിൽ ഉണ്ടെങ്കിൽ അതെനിക്കും നിങ്ങൾക്കും ഉണ്ടെന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ നാളെ മൈ ലൈഫ് സ്റ്റൈൽ ലോകത്തിലെ നമ്പർ 1 കമ്പനി ആകുമെന്ന് പറയുമ്പോൾ ആ ആവേശം വാക്കുകളിലൂടെ ഇങ്ങനെ പുറത്തു വരുള്ളൂ. ആ ആവേശത്തോടുകൂടി തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇൻഷാ അല്ലാഹ് അതെനിക്കും നിങ്ങൾക്കും ഒക്കെ ദൈവം അനുഗ്രഹിച്ചാൽ അതിനുള്ള സാഹചര്യം ഉണ്ടാവുക തന്നെ ചെയ്യും. വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും വിശ്വാസം ചോർന്നു പോകാതെ നിങ്ങൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നാലും ഒരാളുടെ മുമ്പിലും ആ കുറവ് പറയാതെ ഉത്തരവാദിത്വത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഈ ബിസിനസ്സിൽ ഡയമണ്ട് ആവുക തന്നെ ചെയ്യും. ക്രൗൺ ഡയമണ്ട് ആവുക തന്നെ ചെയ്യും. ക്രൗൺ അംബാസഡർ ആകിൽ നിന്നതിന് പോലും ഒരാൾക്കും നിങ്ങളെ തടയാൻ പറ്റില്ല. ഇതെൻ്റെ ഐഡിയ ആണ്. ഇന്ന് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഇന്ന് രാവിലെയാണ് ഞാനിത് എഡിറ്റ് ചെയ്തിട്ടത്. എൻ്റെ ഓർഗനൈസേഷൻ 1-ൽ
973, ദാറ്റ് മീൻസ് 1000 കോടി ബിസിനസ്, ഓൾമോസ്റ്റ് ബിസിനസ് വോളിയം. രണ്ടാമത്തെ ഓർഗനൈസേഷൻ 700 കോടിക്ക് പുറത്ത്, 1700 കോടി. 1700 കോടി എന്ന് പറഞ്ഞാൽ ക്യാഷ് എടുത്താൽ 2500-3000 കോടിയെങ്കിലും ഉണ്ടാകും. അത്രയും കോടിയുടെ ടേൺ ഓവർ ഞാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ചെറിയ ബിസിനസ്സിലൂടെ ചെയ്തു കഴിഞ്ഞു. ഇതൊരു ചെറിയ ബിസിനസ് അല്ല, ഇത് തുടങ്ങാൻ മാത്രമേ ചെറുതുള്ളൂ. ഇതിൻ്റെ വലിപ്പം കാണാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഭാവിയിലെ അച്ചീവ്മെൻറ്റുകൾ മുൻകൂട്ടി കാണാനുള്ളൊരു ദീർഘദൃഷ്ടി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ ഈ ഹാളിലിരിക്കുന്ന പല ആളുകളും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ലോകത്തിലെ ടോപ്പ് അച്ചീവേഴ്സ് ആകാൻ പോകുന്നവരാണ്. നിങ്ങളെ ഇവിടെ ഞാൻ 100 കണക്കിന് ആളുകളായിട്ടല്ല കാണുന്നത്, 10,000-ങ്ങളും ലക്ഷങ്ങളും ജനകോടികളുമായിട്ടാണ് ഞാൻ കാണുന്നത്. ലോകം മുഴുവൻ നമുക്ക് ബിസിനസ് ചെയ്യാൻ ഈ ഹാളൊന്ന് വിചാരിച്ചാൽ മാത്രം മതി. അതിൻ്റെയൊക്കെ ഒരു തുടക്കമായിട്ടേ ഉള്ളൂ. 2,10,000 ആഴ്ചയിൽ കിട്ടുമെന്ന് പറയുമ്പോൾ പലരും വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. വിശ്വാസത്തിൻ്റെ അവസാനം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കാണുന്നതിലൂടെയാണ്, വിഷ്വൽ ഇമ്പാക്റ്റ് ആണ്. ഞാൻ ഈ ബിസിനസ്സിൽ വന്ന് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ സീലിംഗ് അച്ചീവ് ചെയ്ത വ്യക്തിയാണ്. അതെന്തുകൊണ്ടാണെന്ന് ആരോട് ചോദിച്ചാൽ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നതും ഞാൻ ശ്രമിച്ചത് കൊണ്ടുമാണ്. അന്ന് എന്നോട് പല ആൾക്കാരും പറഞ്ഞു, സാറ് ചുമ്മാ പോഴത്തരം പറയുമല്ലേ. എന്താണ് പറയുന്നത്? പോഴത്തരം എന്ന് വെച്ചാൽ നടക്കാൻ വയ്യാത്ത കാര്യം സ്റ്റേജിൽ കയറി വിളിച്ചു പറയുക. ഞാനന്ന് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അൽഹംദുലില്ലാ, ദൈവത്തിന് ഒത്തിരി സ്തുതി, എത്ര പറഞ്ഞാലും മതിയാവില്ല. ആദ്യത്തെ ആഴ്ചയിൽ 2 സീലിംഗ് അച്ചീവറെ ഉണ്ടാക്കാൻ ഞാൻ ടാർഗറ്റ് ചെയ്തു, കഠിനാധ്വാനം ചെയ്തു. ഒരു സീലിംഗ് അച്ചീവർ ജയറോ സാറ് വന്നു, അശ്വനി കുമാർ ശർമ്മയും വിമൽ സരനും വെറും 7000 രൂപയുടെ ഡിഫറൻസിലാണ് സീലിംഗ് പോയത്. അതിനുവേണ്ടി പകലില്ലാതെ ഞാനും അവിടെ നിന്ന് അധ്വാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ലെവലിലേക്ക് എത്താനായിട്ട് പറ്റിയത്. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ കൂടിയും അതിനേക്കാളേറെ ആത്മാഭിമാനത്തോടും പറയാം, 2013 മുതൽ എല്ലാ ആഴ്ചയിലും കണ്ടിന്യൂസ് ആയി 2,10,000 വീതം വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഈ കയ്യടി വന്നാൽ പോരാ. 2,10,000 കാണുമ്പോൾ ഒരു ഫുട്ബോളർ പാഷനേറ്റ് ഉള്ള ആള് ഒരു ഫുട്ബോൾ മാച്ച് കാണുമ്പോഴോ ഒരു ഗോൾ അടിക്കുന്നത് കാണുമ്പോഴോ ഒരു കളിക്കാരൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു, എങ്ങനെ ആഘോഷിക്കുന്നു, ഒരു നല്ല ബൗളർ ഒരു വിക്കറ്റ് എടുക്കുമ്പോൾ അവൻ എങ്ങനെ ആഘോഷിക്കുന്നു, ഒരു ബാറ്റ്സ്മാൻ ഒരു സെഞ്ചുറി അടിക്കുമ്പോൾ അവൻ എങ്ങനെ അത് ആഘോഷിക്കുന്നു, ഒരു വിദ്യാർത്ഥി റാങ്ക് വാങ്ങുമ്പോൾ എങ്ങനെ അത് ആഘോഷിക്കുന്നു. ഇത് ആഘോഷിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നുകൊണ്ടല്ല, എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശക്തമായി കൈയടിക്കാനായിട്ട് കഴിയും. എഴുന്നേറ്റ് നിന്നുകൊണ്ട് അങ്ങനെ കഴിഞ്ഞെങ്കിലല്ലേ ഉള്ളൂ അതിനൊരു വാല്യൂ. ഈ 2,10,000 എല്ലാ ആഴ്ചയിലും വരണമെന്നുള്ളവർ അതിശക്തമായ രീതിയിൽ come on everybody. ഒരാഴ്ചയിലൊക്കെ 10 കോടിക്ക് മേലെയൊക്കെ ബിസിനസ് വോളിയം ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ മാസ വരുമാനം, ഇത് ഒരു ID മാത്രമേ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. ഐ ഹാവ് മൾട്ടിപ്പിൾ IDs. ഒരു പാൻ കാർഡിൽ 3 ID വെക്കാൻ കമ്പനി അവകാശം തരുന്നുണ്ടെങ്കിൽ അത് 3 ഞാൻ ഓൾറെഡി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇരുന്നോളൂ, നോ പ്രോബ്ലം. ഇനി മന്ത്ലി ഉള്ള വരുമാനത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്താണ് മന്ത്ലി ഇൻകം? ആദ്യത്തെ ഒരു മാസം എനിക്ക് വന്നത് വെറും 39,000 രൂപയാണ്. രണ്ടാമത്തെ മാസം വന്ന് 3,92,000 രൂപയാണ്. ഒരു മാസം കൊണ്ട് 10 ഇരട്ടി വരുമാനം വർദ്ധിക്കുന്ന വേറെ ഏത് മേഖലയാണ് നിങ്ങൾക്കറിയാവുന്നത്? അപ്പം ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിച്ച് പോകുന്നില്ല. ഇത് 5, 10, 20, 25, 30, 36 ലക്ഷം രൂപയൊക്കെ ഒരു മാസത്തിൽ എൻ്റെ മന്ത്ലി ഇൻകം ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ഗവൺമെൻറ് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റായിരുന്നു. ലീഗലായി വരുമാനം വരുന്നുണ്ടെങ്കിൽ സോഴ്സിൽ നിന്ന് ടാക്സ് പിടിക്കണം. അങ്ങനെയുള്ള സോഴ്സ് ഉണ്ടെങ്കിൽ ആ സോഴ്സിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതിൻ്റെ പേരാണ് ഫോം 16A. ഫോം 16A മുബീൻ മുഹമ്മദിന് മൈ ലൈഫ് സ്റ്റൈൽ തന്നു. അതിലൊരു ക്വാർട്ടറിൽ 1,35,00,000 കാണാം, വേറൊരു ക്വാർട്ടറിൽ 1,39 കാണാം, 1,47 കാണാം, 1,78 കാണാം, 1,99 കാണാം. 1,99 വന്നപ്പോൾ ഞാൻ കൈലാസ് സാറിനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, നേരത്തെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നു ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട്. സാർ എന്നോട് തിരിച്ചും പറഞ്ഞു, നീ എന്നാ ഈ മാസം അവസാന മാസമാണെന്ന് കരുതി. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയാനുള്ള വ്യക്തികളാണ്. വല്ലപ്പോഴൊക്കെ വിളിച്ചാൽ 1 മണിക്കൂർ സംസാരിക്കും, കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ സാർ എന്നോട് പറഞ്ഞത്, വൈ ഡോണ്ട് യു ഏൺ നെക്സ്റ്റ് മന്ത്? ഞാൻ നിശ്ചയദാർഢ്യത്തോടു കൂടി ബെൽറ്റൊക്കെ മുറുക്കി കെട്ടി, അല്ലെ ആരെയൊക്കെ മുറുക്കി കെട്ടി പണിയെടുത്തു എന്ന് പറഞ്ഞ പോലെ പണിയെടുത്തു. 2 കോടിക്ക് മേലെ വരുമാനവും മേടിച്ചു. 2,05,00,000 ഇവിടെ കാണും. ഇതൊരു സർട്ടിഫിക്കറ്റാണ്. ഇതിനകത്ത് ഈ രാവിലെ ഞാൻ എൻ്റെ സെറ്റിങ്സ് വന്നപ്പോൾ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറയത്രേ ഉള്ളൂ, ഒരു വർഷത്തിന് നമുക്ക് ഫോം 26AS കിട്ടും. അതിനകത്ത് നോക്കിയ സമയത്ത് കൊറോണ പീരീഡിൽ വന്ന ടോട്ടൽ ഒരു വർഷത്തെ എൻ്റെ പേരിൽ വന്ന വരുമാനം 6 കോടിയായിരുന്നു.
ആ കൊറോണ പീരീഡിൻ്റെ ഡ്യൂറേഷനിൽ 6,46,00,000 രൂപയ്ക്ക് അടുത്ത് വരുമാനം വന്നു. കൊറോണ പീരീഡിൽ ലോകം മുഴുവൻ ഇങ്ങനെ പ്രയാസപ്പെടുന്ന സമയത്താണ് അങ്ങനെ ഒരു വരുമാനം വന്നത്. ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഇൻകം കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് ഇങ്ങനെ ചെയ്താൽ മതിയോ? കുറച്ചുകൂടി ആത്മാർത്ഥത കാണിക്കണ്ടേ? വേണോ വേണ്ടയോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? അങ്ങനെയാണെങ്കിൽ അതിശക്തമായ ഒരു പുതിയ തുടക്കത്തിനുള്ള സമയമായി. വോളണ്ടിയേഴ്സ് എല്ലാവരും ഫുഡ് ഏരിയയിലേക്ക് പോവുക. വോളണ്ടിയേഴ്സ്, സന്തോഷ വാർത്ത വന്നു കഴിഞ്ഞു. സമൂസയും നെയ്യപ്പൊക്കെ ദഹിച്ച ചില ആൾക്കാരൊക്കെ 10 എന്താ പറയുക, 10 കഴിച്ചെന്ന് തോന്നുന്നല്ലേ, 10 എന്തോ പറയാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. നിങ്ങളിവിടെ ഈ സെൻറ്റൻസ് ഒന്ന് ഭംഗിയായിട്ട് വായിച്ചു നോക്കുക. ടുഡേ ഐ ക്ലോസ് ദ ഡോർ ടു ദ പാസ്റ്റ്. ഇന്ന് എൻ്റെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലേക്കുള്ള ഡോർ ഞാൻ അടച്ചു. ഓപ്പൺ ദ ഡോർ ടു ദ ഫ്യൂച്ചർ. എൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള ഡോർ ഞാൻ തുറന്നു. സോ ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഒരു ദീർഘശ്വാസം എടുക്കുക. കാണാനല്ല, എടുക്കാനാണ് പറഞ്ഞത്. ഈ എടുക്കുന്നത് എന്താണെന്നറിയാം, ഇത് ഫ്യൂച്ചറിൻ്റെ അകത്തോട്ട് എടുക്കുക, എന്നിട്ട് പാസ്റ്റിനെ പുറത്തോട്ട് കളാം. യുവർ പാസ്റ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് എനിമി ഫോർ യുവർ സക്സസ്. ഇപ്പം എൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ ഞാൻ ക്രൗൺ ഡയമണ്ടാണ്. ഇതാണ് എൻ്റെ ശത്രു. ഐ എം എ ക്രൗൺ ഡയമണ്ട്. ഓക്കെ, എനിക്ക് ക്രൗൺ ഡയമണ്ടിനെ വലിയ സംഭവമായിട്ട് ഞാൻ കാണരുത്. അത് ഓൾറെഡി ഞാൻ അച്ചീവ് ചെയ്തതല്ലേ. ദ നെക്സ്റ്റ് റാങ്ക് ഐ ഷുഡ് അച്ചീവ് ഫാസ്റ്റ്. പെട്ടെന്ന് അടിക്കണ്ടേ? അതേപോലെ തന്നെ പുതിയ പുതിയ അച്ചീവ്മെൻറ്റ്സ് വരണ്ടേ? ഞാനിതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്കും ലിസ്റ്റ് എടുക്കാൻ പറ്റും, എനിക്കും ആൾക്കാരെ സ്പോൺസർ ചെയ്യാൻ പറ്റും, എനിക്കും ഈ ബിസിനസ്സിൽ പുതിയ പുതിയ ടീമിനെ ഉണ്ടാക്കാൻ പറ്റും, ഏറ്റവും പവർഫുള്ള ടീമിനെ ഉണ്ടാക്കാൻ പറ്റും. കറക്റ്റ് ഓർ നോട്ട്? അതിനുവേണ്ടി ഞാനും തയ്യാറാവണം, നിങ്ങളും തയ്യാറാവണം. ആർ യു ഓൾ റെഡി? സോ റിലീസ് യുവർ മെൻ്റൽ ബ്രേക്ക്. പല സംശയങ്ങളും വിശ്വാസക്കുറവുകളും മംഗലാപ്പുകളും അലസതയും മടിയും ഇതൊക്കെ ബ്രേക്ക് പോലെ വർക്ക് ചെയ്യുന്നത്. ഹാൻഡ് ബ്രേക്ക് എടുക്കാതെ ഏറ്റവും വില കൂടിയ വണ്ടിയും ഓടിക്കാൻ ശ്രമിച്ചാൽ വണ്ടിയും ഫീൽഡിൽ പോവോ? ഇല്ല. കാരണം എന്താ? ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിരിക്കുക. ഇതുപോലെ മനസ്സിൽ ചില ബ്രേക്കുകളുണ്ട്. എന്നെ കൊണ്ട് ഒക്കുവോ? സംശയം, ഡൗട്ട് ഡൗട്ട് ഡൗട്ട്, വെറുതെ ഡൗട്ട്, ഒരു കാര്യമില്ലാതെ ഡൗട്ട്. കിക്ക് ഔട്ട് യുവർ ഡൗട്ട്. കിക്ക് ഔട്ട് യുവർ ഡൗട്ട്. അതർവൈസ് ഡൗട്ട് വിൽ കിക്ക് ഔട്ട് യു ഫ്രം ദ ലൈഫ്. You got my point clear? If you are not kicking out your doubt from your mind, then doubt will come to you and your life and kick out you from your life. അങ്ങനത്തെ സിറ്റുവേഷൻ വരരുത്. സംശയം ഒന്നിച്ചിങ്ങോട്ട് വന്നിട്ട് നമ്മളെ ജീവിതത്തിൽ നിന്ന് തന്നെ കെട്ടിക്കും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അതിനൊന്ന് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് സ്റ്റാർട്ട് വിത്ത് ദ ഫ്യൂച്ചർ, നോട്ട് വിത്ത് ദ പ്രസൻറ്റ്. ഭാവിയെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷയുമായി ശക്തമായി ഇൻഷാ അല്ലാഹ് തുടങ്ങുക. വൈ വി ഷുഡ് അച്ചീവ് ഫാസ്റ്റ്? നാളെ നമ്മളുണ്ടെന്ന് വല്ല ഉറപ്പുണ്ടോ? ഞാൻ പലപ്പോഴും പുതുവത്സരം ആഘോഷിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് കൂടുതൽ ഞാൻ ഒറ്റയ്ക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെക്കുറിച്ചൊന്ന് വിലയിരുത്തണം. പുതിയ വർഷത്തെക്കുറിച്ചൊന്ന് ആലോചിക്കണം. കഴിഞ്ഞ വർഷത്തിൽ എന്തൊക്കെ വീഴ്ചകൾ ചെയ്തു, എന്തൊക്കെ നേടാമായിരുന്നിട്ട് ഞാൻ നേടിയില്ല, എൻ്റെ മടിയും അലസതയും തെറ്റുകളും എവിടെയായിരുന്നു, അടുത്ത വർഷം അത് പരിഹരിക്കാനുള്ള ലക്ഷ്യങ്ങൾ എഴുതി വെക്കും, എന്നിട്ട് ശക്തമായി വർക്ക് ചെയ്യും. ആ രീതിയിൽ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള സിറ്റുവേഷനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ എഴുതി വെക്കുന്നത് 2026 ഡിസംബർ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ മാസമാണെങ്കിൽ ഐ ഹാവ് ടു ഡു മെനി തിങ്സ്, റൈറ്റ്? റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞതുപോലെ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്. അല്ലേ? ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ടല്ലോ, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് കാലം മുന്നോട്ട് പോകാനുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മുമ്പ് ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് നേടാനുണ്ട്. അത് ലോകത്തിനെ പ്രചോദിപ്പിക്കുന്ന നേട്ടങ്ങളാണ്, ലോകം മുന്നോട്ട് നടക്കുന്ന നേട്ടങ്ങളാണ്. ജീവിതത്തിൽ ഒരു ശക്തമായ പർപ്പസ് ഉള്ളവർക്ക് മാത്രമേ വലിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റുകൾ താൽക്കാലികമായി പോകും. ശാശ്വതമായി വരേണ്ട അച്ചീവ്മെൻറ്റ് പോലും നശ്വരമായി പോകും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടാക്കണം. ആ പർപ്പസാണ് ഞാൻ അണ്ടർലൈൻ ഇട്ട് വെച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ ഒരു സൃഷ്ടിപ്പും ഒരു കാരണവുമില്ല നടന്നിട്ടില്ല. ഒരു ഉദ്ദേശവുമില്ലാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ സൃഷ്ടിപ്പ് മനുഷ്യനാണ്. അപ്പം ലേൺ ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദ സൈലൻസ്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പർപ്പസിനെ നമ്മളും തിരിച്ചറിയണം. ആൻഡ് നോ എവറിത്തിങ് ഹാവ് എ പർപ്പസ്. എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. കറക്റ്റ് ഓർ നോട്ട്? സോ ഈച്ച് ഓഫ് us നമ്മൾ ഓരോരുത്തരും ജനിച്ചത് പോലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്.
നമ്മുടെ വിരൽത്തുമ്പുകൾ വ്യത്യസ്തമാണ്, നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് വ്യത്യസ്തമാണ്, നമ്മുടെ മുടിയിഴകൾ പോലും വ്യത്യസ്തമാണ്, നമ്മുടെ ചിന്തകൾ അതിലേറെക്കാൾ വ്യത്യസ്തമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിന് നമ്മുടെ കോൺട്രിബ്യൂഷനും വ്യത്യസ്തമാകണം. നമ്മളത് ചെയ്തില്ലെങ്കിൽ ലോകത്തിന് അതിൻ്റെ കുറവുണ്ടാകും. ലോകത്തിന് അതിൻ്റെ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുറവിന് സമാധാനം പറയാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ വിജയം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മാത്രമല്ല, നാളെ ജനലക്ഷങ്ങളുടെ വിജയത്തിനും അടിസ്ഥാനമാകേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ വിജയിച്ചില്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടുമെന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സങ്കടത്തിന് കാരണം പോലുമായി തീരും എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെയുള്ളവരെ വിജയിപ്പിക്കാനുള്ളൊരു ശക്തമായ ഒരു പർപ്പസ് ഉണ്ടാക്കണം. അങ്ങനെ ഞാനെഴുതി തയ്യാറാക്കിയ എൻ്റെ പർപ്പസാണ് ഞാനിവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇൻസ്പയർ പീപ്പിൾ ആൻഡ് എംപവർ പീപ്പിൾ ഫോർ എ പവർഫുൾ ആൻഡ് സക്സസ്ഫുൾ ലൈഫ്. വാചകം വളരെ ചെറുതാ. ടു അച്ചീവ് ദർ ഡെസ്റ്റിനി. വാചകം വളരെ ചെറുതാ. എന്താണെന്നറിയോ? പവർഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ മനസ്സാഗ്രഹിക്കുന്ന പോലെ ജീവിക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് പവർഫുൾ. സക്സസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അവൻ വിജയിക്കണം, നല്ല ആരോഗ്യം ഉണ്ടാകണം, ആത്മീയമായി ശക്തിപ്പെടണം, സമൂഹത്തിൽ കോൺട്രിബ്യൂഷൻ കൊടുക്കണം, കരിയറിൽ വലിയ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കണം, അതേപോലെ തന്നെ അവൻ കുടുംബത്തിൽ അവരുള്ള ആളുകളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. ഇങ്ങനെ എല്ലാ മേഖലകളിലും വിജയിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെ നിങ്ങളും ഒരു ലക്ഷ്യം എഴുതി തയ്യാറാക്കണം, ഒരു പർപ്പസ് എഴുതി തയ്യാറാക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഫാസ്റ്റസ്റ്റ് അച്ചീവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. സാർത്ഥമായ നേട്ടത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവില്ല. കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്ന ഗീതോപദേശത്തിൽ പറയുന്നുണ്ടല്ലോ, കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന എന്ന് തുടങ്ങുന്ന ആ ഒരു ശ്ലോകത്തിൽ പറയുന്നത് പോലെ കർമ്മം ചെയ്യുമ്പോൾ സ്വാർത്ഥമായ ലക്ഷ്യങ്ങളല്ല വെക്കേണ്ടത്, മറ്റുള്ളവർക്കുള്ള വിജയത്തിന് വേണ്ടിയും കൂടെ നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. ജീവിതത്തിൻ്റെ നിസാരകതയെക്കുറിച്ചൊക്കെ രാമായണത്തിലുമൊക്കെ അല്ലേ, ലക്ഷ്മണോപദേശത്തിലൊക്കെ എടുത്തു പറഞ്ഞിട്ടില്ലേ? ഞാൻ ആ കവിത എപ്പോഴും ഓർമ്മിക്കാറുണ്ട്. എന്തിനാണെന്നറിയോ? ആൾക്കാരെ കേൾപ്പിക്കാനല്ല, എനിക്കൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ലക്ഷ്മണനോട് പറയുന്നുണ്ടല്ലോ, എന്താണ് പറയുന്നത് ലക്ഷ്മണകാണ്ഡത്തിൽ? വത്സ സൗമിത്ര കുമാര നീ കേൾക്കണം, അല്ലേ? വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാജ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. ഇങ്ങനെ പറഞ്ഞ് അല്ലേ, നിനക്ക് ജ്യേഷ്ഠനോടുള്ള റെസ്പെക്റ്റ് എത്രത്തോളമാണെന്ന് ഞാൻ അറിയുന്നുണ്ട്. എന്നിട്ടിങ്ങനെ പറഞ്ഞു വന്ന് ഈ ലോകത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് പറയുക. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേണ നഷ്ടമായുസ്സുമോർക്ക നീ വഹ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. അത് പറയുന്നത് എന്താണ്? ഒരു ചുട്ടുപഴുത്ത ഒരു ലോഹത്തിൻ്റെ മുകളിലേക്ക് ഒരു തുള്ളി വെള്ളം വീണാൽ അത് ബാഷ്പമായി തീരാൻ എത്ര സമയമെടുക്കും? അത്രയേ ഉള്ളൂ ഈ ലോകത്തെ മനുഷ്യൻ്റെ ജീവിതം. അതുപോലെ തന്നെ പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട ഒരു തവളയുടെ ഒരു പിക്ചർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെ ഒരു പെരുവഴി അമ്പലത്തിൽ ഒരു രാത്രി തങ്ങാൻ വന്നൊരു സത്രത്തിൽ തങ്ങാൻ വന്നൊരു യാത്രക്കാരനെ പോലെയാണ് ശ്രീരാമൻ ലക്ഷ്മണനോട് ഉപദേശിക്കുന്നത്. അതുകൊണ്ട് കാമമോഹ ക്രോധം ഇങ്ങനെയുള്ള എല്ലാ മഞ്ചമോഹങ്ങളിൽ നിന്നെല്ലാം ഫ്രീ ആയിട്ട് നീ ക്ഷമ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തച്ഛൻ്റെ നാട്ടിൽ വന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾ സത്യവും വലിയ ഒരു വിജയവും സ്വാർത്ഥതയില്ലാത്തൊരു ലക്ഷ്യവും ജീവിതത്തിൻ്റെ നിസാരതയും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസ് ചെയ്താൽ നാളെ മൈ ലൈഫ് സ്റ്റൈലിൻ്റെ ഏറ്റവും ടോപ്പ് അച്ചീവേഴ്സ് വരാൻ പോകുന്നത് ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ നിന്നാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. സോ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കൂ. സോ വോളണ്ടിയേഴ്സ് ഫുഡ് റെഡിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കണം. ഓരോരോ ഡ്രോ അനുസരിച്ച് നമുക്ക് അവരെ അങ്ങോട്ടേക്ക് വിടാം. ഓക്കെ, ഫുഡ് റെഡിയാണല്ലേ? ഫുഡ് റെഡിയാണ്. നിങ്ങൾക്ക് വിശപ്പ് റെഡിയാണോ? സാർ അത് വന്നിട്ട് ആരെയാണ് വിടേണ്ടതെന്നൊന്ന് നിയന്ത്രിക്കൂ. ഈ സെൻറ്റൻസ് മറക്കല്ലേ കേട്ടോ. ഇവിടെ വന്നിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിനോടൊരു സെൽഫി എടുത്തിട്ട് പോകണം. എൻ്റെ കൂടെ സെൽഫി എടുത്തിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ സെൻറ്റൻസിനോട് സെൽഫി എടുക്കുക. ടേക്ക് 100% പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ടു യുവർ ലൈഫ്. കാരണം you cannot change the seasons, you cannot change the circumstances, you cannot change the wind, but you can change yourself. സജിത് ലാൽ സാർ രണ്ടുമായിട്ട് സെൽഫി എടുത്തു. അങ്ങനെ വേണം. യെസ്, ഇത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിവിടെ ഞാൻ വെക്കുന്നുണ്ട്, ഇത് കളയുന്നില്ല. ഇപ്പോൾ തന്നെ ഇതൊന്ന് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഫ്രീസ് ചെയ്ത് വെച്ചോ.